ദൈവത്തിൽ ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം നാട്ടിലെ ഞങ്ങളും പ്രാർത്ഥനയിലൂടെ ആയിരുന്നു. തിരക്കുള്ള ഈ ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ വേറിട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്കും കർത്താവ് സഹായിച്ചു. യാത്രയിലൊക്കെ യാതൊരു പ്രയാസവും കൂടാതെ ക്ഷേമത്തോടെ വന്നു ചേരുവാൻ കർത്താവ് ഇടയാക്കി. ദൈവം അനുവദിച്ചാൽ ഈ ഒരാഴ്ച നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങളുടെ സഭയ്ക്കും ആത്മിക ശുശ്രൂഷയ്ക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സോണി കുടുംബം, കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് കുടുംബം, മറ്റ് ശ്രേഷ്ഠന്മാരായ സഹോദരന്മാർ, അവരുടെ കുടുംബങ്ങൾ ഒരുമിച്ച് എന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളുടെ വേണ്ടി എൻ്റെ കുടുംബം, നാട്ടിലെ എൻ്റെ സഭയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവിടെയും ഇവിടെയും ഒരുപോലെ അനുഗ്രഹമായി തരുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2012 ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ സഭയിൽ വരുമ്പോഴും കാൽഗറി സഭയ്ക്ക് വേണ്ടി മാത്രമാണ് വന്നത്. അന്ന് ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്ന സമയത്ത് നമുക്ക് 5 പുതിയ കുടുംബങ്ങളെ വന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ചില പ്രയാസങ്ങളുണ്ടായി, ചിലരൊക്കെ മാറി. പക്ഷേ കർത്താവ് പുതിയ നല്ല കുടുംബങ്ങളെ തന്നു. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും പിൻപിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ദൈവിക പദ്ധതി നിവർത്തിക്കപ്പെടുമ്പോഴാണ് ഇതിനു വേണ്ടിയാണല്ലോ കർത്താവ് ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ചുരുക്കം പേരേ ഉള്ളല്ലോ. എങ്കിലും ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. അതിനെ ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവരുടെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് നമുക്ക് ദൈവത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നെ അൻപോടു ദിനം തോറും പൊന്നേടനന്ദം നനാമേ എൻ്റെ പൊന്നേടനന്ദം പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാനായി ശാപ അന്ത്യം ആരെയുമെന്നെ കാവൽ നന്ദിയുള്ള മകൾ ശക്തി നീയേ നാദാന്തി നല്ല കർത്താവേ, ഞങ്ങളെ ചുരുക്കം പേരായി അങ്ങയുടെ പാദപിടം ചേർന്ന് വരുന്നു. ഏത് പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ, ഞങ്ങൾക്ക് ചാരുവാൻ അങ്ങ് നല്ല ദൈവമാകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കൾ സഭയായി ദിവസങ്ങളിൽ കടന്നു പോകുന്ന വഴികൾ ദൈവം അറിയുന്നതിനായി സ്തോത്രം. അതിന് നടുവിലും ക്ഷീണിച്ചു പോകാതെ ചില ദിവസങ്ങളിൽ സുവിശേഷ യോഗങ്ങൾ ഇവിടെ ക്രമീകരിപ്പാൻ നിന്റെ മക്കളെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് നാളെ മുതൽ ആരംഭിക്കുന്ന
മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനായി ഒന്നിച്ച് പ്രാർത്ഥിപ്പാനാണല്ലോ. രാത്രി ഞങ്ങളുടെ മനസ്സുകളെ ബലപ്പെടുത്തണം. ദൈവവചനവാതിൽ ഞങ്ങൾക്കായി തുറക്കണം. എല്ലാ പോരുകളെ ദൈവം സാഹസിക്കും. അടിയങ്ങൾ ഒരുമിച്ച് ക്രൂശിന് മറയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട എന്നരുളി ചെയ്ത വലിയ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഏത് കൂട്ടത്തിൻ്റെയും അനുഗ്രഹം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അതിന് ആൾക്കൂട്ടം വേണ്ട. ഒരു മനസ്സുള്ള 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞു യേശു നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനായിരിക്കാം. കർത്താവ് പറഞ്ഞ വാഗ്ദത്ത വചനങ്ങൾ നമ്മളോട് ഓർപ്പിച്ച് ഉണർത്തുന്ന വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1 വായിച്ച 1-2 വാക്യങ്ങൾ. അതിൻ്റെ 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 7:23. എന്നാൽ പോകാത്തവൻ ഭാഗ്യവാൻ എന്ന ഉത്തരം പറഞ്ഞു. മതി. കർത്താവ് നമുക്ക്, ഞാൻ ആ സന്ദർഭമൊന്നും വിവരിക്കുന്നില്ല. നമ്മുടെ വാക്യം വേറെയാണല്ലോ, വിഷയം വേറെയാണല്ലോ. എങ്കിലും ഇടറി പോകാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ എന്തിന് സാധ്യതയുണ്ട്? ഇടറിപ്പോകുവാൻ സാധ്യത. ലോകം കണ്ട പുതിയ നിയമത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ യോഹന്നാൻ സ്നാപകനാണ്. പഴയ നിയമം കണ്ട കരുത്തനായ മനുഷ്യൻ ഏലിയാവ്. കരുത്തനായ ഏലിയാവ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇടറിപ്പോയിട്ട് ഒരു ചൂരച്ചയുടെ കീഴെ പോയി എന്ത് ചെയ്തു? മതി കർത്താവേ, ഞാൻ അശേഷം മനുഷ്യൻ അത്ര നല്ലവനൊന്നും അല്ല, അതുകൊണ്ട് എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞ് മരണം ആഗ്രഹിച്ച് കിടക്കുന്ന ഒരു ഏലിയാവിനെ കാണാം. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനത്തെ നോക്കി സർപ്പസന്തതിയെ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത യോഹന്നാൻ കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴി എണ്ണിയപ്പോൾ ഇടറിപ്പോയി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ച മനുഷ്യൻ ചോദിച്ചു, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? യേശുവിന്റെ മറുപടി, എങ്കിൽ ഇടറിപ്പോകാത്തവനൊക്കെ ഭാഗ്യവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ശക്തമായി വരുമ്പോൾ ഇടറിപ്പോകാതെ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പത്രോസ് പറയുന്ന ഒരു വാക്യം, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുകയും. അതിന്റെ തൊട്ടുമേളിൽ നിന്ന് വായിച്ചു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. വായിച്ചു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുകയും. അപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിചാരപ്പെടേണ്ട കാര്യമില്ല. നമുക്കായി കരുതുന്ന ഒരു നല്ല കർത്താവ് ഉള്ളത് കൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും ആരുടെ മേലിടണം? കർത്താവ്. ആകുല ചിന്തയോടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ ആകുല ചിന്തകളെല്ലാം ആരുടെ മേലിടണം? എന്തിനാ? അവൻ നമുക്കായി കരുതുന്നവനാകി. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ. അപ്പോൾ പിതാവിലും പുത്രനിലും വിശ്വസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഹൃദയം ഒരു കാരണവശാലും കലങ്ങിപ്പോകരുത്. പിശാചിന്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തെ കലക്കുക, 2 വിചാരപ്പെടുക, 3 ആകുല ചിന്തയുള്ളവരാക്കുക, 5 ഇടറിപ്പോകുന്നവരാക്കുക. ഇതെല്ലാം അവന്റെ പദ്ധതിയാണ്. എന്നാൽ കർത്താവിന്റെ പദ്ധതി തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ബലപ്പെടുത്തുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മൾ പതറിപ്പോകരുത്. നമ്മൾ വായിച്ച കുറിവാക്യം നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. ഞാൻ ഈ പ്രാരംഭ രാത്രി ഇങ്ങനെ ഒരു വാക്യം എടുക്കാൻ കാര്യം, വളരെ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ഈ ദൂതൊരുക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും പോയ ഒരു പട്ടണത്തിൽ ജനം മുഴുവൻ തകർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവുള്ള മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ എഴുന്നേറ്റ് പണി.
ഹല്ലേലൂയ. നെഹമ്യാവിനെ കുറിച്ചുള്ള 10 പാഠങ്ങൾ ഞാൻ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടെ ശക്തരായി മാറാൻ ഈ വചനം നിന്ന് രാത്രി ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലോകം ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വളരെ ഒരുങ്ങേണ്ട ദിവസങ്ങളാണ്. ഇന്ത്യയുടെ പ്രഥമ നോബൽ സമ്മാനം ജേതാവായിരുന്ന ഡോക്ടർ CV രാമൻ, ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായിരുന്ന സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടർ CV രാമൻ നൂറുകണക്കിന് യാത്രക്കാരുമായി പോകുന്ന അന്നത്തെ ഒരു ലോക്കൽ ട്രെയിനിനകത്ത് താൻ സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ കൂട്ടുള്ള ഫെസിലിറ്റി ഒന്നും അന്നത്തെ ട്രെയിനുകൾക്കകത്തില്ല. താനെ പലക കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ ബെർത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രിയിൽ ട്രെയിനിൻ്റെ താളം തെറ്റുന്നത് തൻ്റെ ചെവിയിൽ മനസ്സിലായി. താൻ അതുവരെ കേട്ടുകൊണ്ടിരുന്ന ട്രെയിനിൻ്റെ സ്ഥിരമായൊരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം മാറി തൻ്റെ കാതിൽ വരുന്നത് തനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ട്രെയിനിൻ്റെ ചെയിൻ വലിച്ച് വണ്ടി നിർത്തി. ഒരു വിജനമായ സ്ഥലത്ത് ട്രെയിൻ നിർത്തി. ട്രെയിൻ ഒരു വലിയ ഞരക്കത്തോടെ നിന്ന് കഴിഞ്ഞിട്ട് അല്പം മുമ്പിലേക്ക് ഈ ഓടിക്കുന്ന ആളുകൾ ചെന്ന് നോക്കിയപ്പോൾ ട്രെയിൻ 2ആയി മുറിഞ്ഞു മാറിക്കിടക്കുകയാണ്. ആ ട്രെയിനിൽ നൂറുകണക്കിന് യാത്രക്കാരുണ്ട്. അവരെല്ലാം ഒരുപോലെ ഈ ബെർത്തിൽ തലവെച്ച് ചേർന്ന് ഉറങ്ങിയത്. പക്ഷെ അവരുടെ ആരുടെ ചെവി താളം തെറ്റിയത് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. താളം തെറ്റിയത് CV രാമന് മനസ്സിലായി. അതുകൊണ്ട് ആ മനുഷ്യൻ കാരണം ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ മരണത്തിൽ നിന്ന് അവരെ വിടുവിപ്പാനിടയായി. ഇവിടെ ഒരുപാട് പേര് സഞ്ചരിക്കുന്നുണ്ട്. അവർക്കെല്ലാം സാഹചര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തന് ലോകത്തിന്റെ താളം തെറ്റുന്നത് മനസ്സിലാകുവാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ തക്ക സമയത്ത് എഴുന്നേറ്റ് ഉണർന്ന് പ്രവർത്തിച്ചാൽ അവന് നൂറുകണക്കിന് ആളുകളുടെ ജീവനെ രക്ഷിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം നമ്മളെ ഈ പട്ടണത്തിൽ ആക്കിയിരിക്കുന്നത് താളം തെറ്റുന്ന ഈ ലോകത്തിൽ ഒരു കൂട്ടം ജനത്തെ തകരാതെ രക്ഷിപ്പാൻ, നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അനർത്ഥത്തിൽ നിന്ന് ചെറിയ കൂടെ വിടുവിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകേണ്ടത് വലിയ ആവശ്യമാണ്. ജനത്തിന് പാപത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന നിലയിൽ ജനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പാപത്തിൻ്റെ ആ രൂക്ഷത മനസ്സിലാക്കി അതിൻ്റെ പിൻപിലെ തകർച്ച മനസ്സിലാക്കി നാം ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂട്ടം ജനത്തെ നമുക്ക് നേടുവാനായിട്ട് കഴിയും. കർത്താവ് സഹായിക്കട്ടെ. യെരൂശലേം പട്ടണം ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധമായ മനോഹരമായ പട്ടണമായിരുന്നു. അപ്പങ്ങളുടെ നഗരമെന്നും രാജാവിൻ്റെ പട്ടണമെന്നും ദൈവത്തിൻ്റെ സ്വന്തം ദേശമെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന സമാധാനവും ആനന്ദവും സന്തോഷവും നിറഞ്ഞ സ്ഥലമായിരുന്നത് യെരൂശലേം. ഉയരം കൊണ്ട് മനോഹരമായ ദേശമായിരുന്നു യെരൂശലേം. ആ യെരൂശലേം ഹല്ലേലൂയ ദീർഘവർഷങ്ങൾ ദൈവഹിതപ്രകാരം ഭക്തന്മാർ പടുത്തുയർത്തിയ മനോഹരമായ പട്ടണമാണ്. അതിൻ്റെ മതിലുകൾ, അതിൻ്റെ വാതിലുകൾ, അതിനകത്തെ ആലയം എല്ലാം വളരെ ശ്രേഷ്ഠമായിരുന്നു. എന്നാൽ ജാതീയ രാജാക്കന്മാർ അതിനകത്ത് കയറി അതെല്ലാം എന്ത് ചെയ്തു? നശിപ്പിച്ചു. അതിന്റെ വാതിലെല്ലാം തീ വെച്ച് എന്ത് ചെയ്തു? ചുട്ടു. മതിലെല്ലാം എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. എല്ലാം തകർന്ന തരിപ്പണമായി കിടക്കുന്നതിൽ നിന്ന് ചില ആളുകൾ രക്ഷപ്പെട്ട് പ്രവാസിലേക്ക് വന്നു. പ്രവാസി വന്നപ്പോൾ പ്രവാസികളുടെ ഇടയിലെ രാജാവിന്റെ പാനപാത്രവാഹകനായിട്ട് ആര് ജോലി ചെയ്യുകയാണ്? നെഹമ്യാവ് ജോലി ചെയ്യുകയാണ്. ആ നെഹമ്യാവ് ഈ വിദേശത്തു നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസികളായി ഓടി വരുന്ന ആ സഹായമില്ലാത്ത ഈ സഹോദരന്മാരെ കണ്ടിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷമൊക്കെ, നാട്ടിലെങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ ആരാധനാലയമൊക്കെ പഴയതുപോലെ സന്തോഷമായിട്ടിരിക്കുന്നു, അവിടെ ആരാധനയും യാഗമൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വിശേഷം ഒന്ന് വായിച്ചേര്. 1-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. ശ്രദ്ധിച്ച് അവിടുത്തെ വിശേഷം എന്താ ഒന്ന് പറഞ്ഞേ. അവിടുത്തെ വിശേഷം എന്താ ഒന്ന് പറഞ്ഞേ. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ സംസ്ഥാനത്ത് ജനം എന്ത് ചെയ്യുന്നു? മഹാ കഷ്ടത്തിലും അപമാനത്തിലും. ശ്രദ്ധിച്ചേ, മതിലിടിഞ്ഞു,
വാതിൽ ചുട്ടു, ജനം കഷ്ടത്തിലായി, അപമാനത്തിലായി. ഈ 4 കാര്യങ്ങൾ: 1 കഷ്ടം, 2 അപമാനം, 3 തകർച്ച, 4 തീ വെച്ച് ചുട്ടു. ഈ വാർത്തകൾ കേട്ടപ്പോൾ അതിന് വായിച്ചു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. അപ്പൊ നെഹമ്യാവിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. സാഹചര്യം മാറുന്ന അനുസരിച്ച് ദർശനം മാറുന്നയാളല്ല ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ മാറി മാറി വരാം, പ്രശ്നങ്ങൾ ഏറി വരാം. പക്ഷെ സാഹചര്യം മാറുന്ന അനുസരിച്ച് ഭക്തന്റെ ദർശനം മാറില്ല. ഭക്തന്റെ ദർശനം എപ്പോഴും ഏത് സാഹചര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ ഭക്തൻ എപ്പോഴും വിശ്വസിക്കണം. അപ്പൊ തകർച്ച കേട്ടപ്പോൾ, അപമാനം കേട്ടപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തു? ഇരുന്ന് കരഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞേ. ഏത് പ്രശ്നത്തിനും ഒറ്റ മറുപടി: ദൈവസന്നിധിയിൽ കരയുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരു യഥാർത്ഥ ഭക്തന്റെ യോഗ്യത പ്രതിസന്ധികളുടെ മുമ്പിൽ വികാരഭരിതനായി വികാരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നത്തിന് മുമ്പിൽ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? കരയുകയാണ്. നെഹമ്യാവിന്റെ 1ാമത്തെ യോഗ്യത തകർച്ചയെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, അത്രയൊക്കെ വന്നുള്ളല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല, തകർച്ച കണ്ടിട്ട് ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എല്ലാ സന്തോഷവും, വീടിന് വീട് കിട്ടുന്നു, കാറിന് കാറ് കിട്ടുന്നു, ജോലിക്ക് ജോലി കിട്ടുന്നു, 6 എഴുതി പാസ്സാകുന്നു, IELTS പാസ്സാകുന്നു, പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുന്നു, പിന്നെ പൈസയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മളെ പ്രാർത്ഥനയും കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യും? കുറയും. നമുക്ക് കരയാൻ അവസരങ്ങൾ ദൈവം ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവിതത്തിൽ ഏത് തകർച്ചയുടെയും പുറകെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മളെ തകർച്ച കാണുമ്പോൾ എനിക്കിങ്ങനെ വന്നല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്, അതിന്റെ പിൻപിലെ ദൈവിക പ്ലാൻ എന്നാണ് എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നെഹമ്യാവ് വിഷയം കേട്ടോടനെ ചാടി കയറി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയല്ല, തന്റെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനല്ല. ആദ്യം ഇരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. ഒന്ന് വായിച്ച്. ഈ വർത്തമാനം കേട്ടപ്പോൾ കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. വല്ല ആവശ്യമുണ്ടോ? താൻ സുരക്ഷിതനല്ലേ? ശ്രദ്ധിച്ചേ, താൻ സുരക്ഷിതനല്ലേ? ഈ ആവശ്യമില്ലാത്ത വിഷയം കയറിയേക്കേണ്ട കാര്യമുണ്ടോ? ഇത് എവിടെ നടക്കുന്ന സംഭവമാണ്? യെരുശലേം. ഇവൻ എവിടെ കിടക്കുക? ഇവൻ 127 സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന രാജാവിന്റെ ഏറ്റവും അടുത്തയാളാണ്. താൻ കുടിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ രാജാവ് എന്ത് ചെയ്യത്തുള്ളൂ? അപ്പൊ രാജാവിന്റെ ഏറ്റവും അടുത്തയാളിന് സുരക്ഷിതനായ ജോലി, മാന്യമായ 4 അക്ക ശമ്പളം, അതിനനുസരിച്ചുള്ള രാജാവിന്റെ ദാസന് താമസിക്കാൻ യോഗ്യമായ രാജപദവിക്കൊത്ത വീട്, അല്ലേ? അവൻ സഞ്ചരിക്കുന്ന വാഹനം രാജപദവിക്കൊത്തത്, എല്ലാം കൊണ്ട് സുരക്ഷിതനായ ഈ മനുഷ്യന് ആവശ്യമില്ലാത്ത വയ്യാവേലി കയറിയേക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ താൻ സുരക്ഷിതനാണെങ്കിലും മറ്റുള്ള ജനത്തിന് തകർച്ച കണ്ടിട്ട് ആ തകർച്ചയിൽ ഇരുന്ന് കരയുവാൻ തയ്യാറായി. എന്തൊക്കെ ചെയ്തു? 1, അവൻ കരഞ്ഞു. 2, അവൻ പ്രാർത്ഥിച്ചു. 3, അവന് ഉപവസിച്ചു. നല്ല സ്തോത്രം പറഞ്ഞേ. നമുക്ക് വാസ്തവത്തില് ഈ ദൈവമക്കൾക്ക് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. ഒരു വലിയ വിഷയം. 1, യെരുശലേം എന്ന മനോഹരമായ പട്ടണം തകർന്നു, ദേവാലയം തകർന്നു, മതിലുകൾ ഇടിഞ്ഞു, വാതിലുകൾ തീവച്ച് ചുട്ടു, ജനം മൊത്തം കഷ്ടത്തിലും അപമാനത്തിലുമായി. ഒരു നല്ല കൂട്ടം ജനം മരിച്ചു, ബാക്കിയുള്ളവർ പ്രവാസികളായി പലയിടത്തേക്ക് പോയി. ഈ വലിയ പ്രതിസന്ധിയിൽ ഭക്തൻ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത്, മാന്യമായ ജോലി, ഇവിടുത്തെ പ്രസിഡന്റിന്റെ, ഈ അമേരിക്കയുടെ കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലതല്ലേ അല്ലേ? അമേരിക്ക എന്ന് പറയുന്ന വലിയ ലോകത്തിലെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒബാമയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങേരിക്കുന്ന ഒരാളിന് അപ്പൊ കേരളത്തിലെ ജനത്തിനാണ്ട് ബുദ്ധിമുട്ട് വന്നും പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്, കരയേണ്ടി ഉപവസിക്കണം. അതിന് സമയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ 4, 3, 7 വിശ്വാസമുള്ള സഭയുടെ പാസ്സായിട്ട് നമുക്ക് സമയമുണ്ടോ? നമുക്ക് തിരക്കല്ലേ? അല്ല, ഞാൻ നോക്കി, നമുക്ക് ഭയങ്കര തിരക്കാ. നമുക്ക് ഒരു കൊച്ചു സഭയുടെ കാര്യം നോക്കിയിരുന്നാൽ നമുക്ക് എന്താണ് തിരക്ക്? നമുക്ക് സമയമില്ല അല്ലേ? ഭയങ്കര തിരക്കാണ്. അങ്ങനെയുള്ളിടത്ത് ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം രാജ്യഭാരത്തിന് നല്ലൊരു പങ്ക് വഹിക്കുന്ന മനുഷ്യൻ എന്നോ തിരക്കായിരിക്കും. പക്ഷെ ഈ തിരക്കിനിടയ്ക്ക് ആ മനുഷ്യൻ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്.
തകർച്ച കണ്ട് കരഞ്ഞു. ആ കരച്ചിൽ ഒരു പ്രാർത്ഥനയായി മാറി. ആ പ്രാർത്ഥന ഒരു ഉപവാസമായി മാറി. അടുത്ത മാസം ഞാൻ 21 ദിവസം ഇരിക്കുമെന്നും പറഞ്ഞ് 3 മാസം മുമ്പ് തീരുമാനിച്ചൊരു ഉപവാസമല്ല. വഴിപോക്കരായ അഭയാർത്ഥികൾ പറഞ്ഞൊരു വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഉപവാസം പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ കരുതി കൂട്ടി 7 ദിവസം ഇരിക്കാനോ 3 ദിവസം ഇരിക്കാനോ 21 ഇരിക്കാനോ ഒന്നും തീരുമാനിച്ചല്ല. പക്ഷെ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ കരയാൻ തുടങ്ങിയതാ. കരച്ചിൽ എന്തായി മാറി? പ്രാർത്ഥനയായി മാറി. പ്രാർത്ഥന എന്തായി മാറി? ഒരു നീണ്ട ഉപവാസമായി മാറി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ചുടാരാലാരാബ, ശബ്ദരാലാരാബ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കി, അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിച്ചു. അടുത്ത വാക്യം വായിച്ചു. ആ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളെ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണത്തും. ഈ പ്രാർത്ഥന എപ്പോഴൊക്കെയായിരുന്നു? രാവും പകലും. നോക്കി, നെഹമ്യാവ് ഭയങ്കര തിരക്കുള്ള ജോലി. രാജാവ് എപ്പം വിളിച്ചാലും ആരടുക്ക് കാണണം. കാരണം രാജാവ് വെള്ളം കൊടുക്കണേ ആര് വേണം? ആഹാരം കഴിക്കണേ ആര് വേണം? നെഹമ്യാവ് വേണം. അങ്ങനെയുള്ളിടത്ത് രാവും പകലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? അപ്പൊ രാജാവ് കഴിക്കുമ്പോഴും ഭക്തൻ ഉപവസിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? തൻ്റെ ഏതെങ്കിലും കാര്യം സാധിക്കാമെന്നോ? കൊച്ചിന് നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണോ? അല്ല. സാലറിയില് ഇച്ചിരി ഇൻക്രിമെന്റ് കിട്ടാനാണോ? ആണോ? അല്ല. തൻ്റെ എന്തേലും പ്രശ്നത്തിനാണോ? വഴിയെ പോയ ആരോ പറഞ്ഞൊരു വിഷയം തൻ്റെ വിഷയമായി ഏറ്റെടുത്തിട്ട് താൻ ആ വിഷയത്തിന് വേണ്ടി രാവും പകലും. ഞാൻ സഭയോടൊരു ദൂത് പറയുന്നു. ഈ ദിവസങ്ങളിലെ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഒറ്റ മാർഗം, ഒരുമിച്ച് ജനം രാവും പകലും കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, എവിടെ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ പരിഹസിക്കപ്പെട്ടുവോ, അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. നോക്കിയേ, തന്റെ പ്രാർത്ഥനയുടെ ശൈലി നോക്കി. ദൈവത്തിന് അങ്ങ് ഭയങ്കര മഹത്വം കൊടുക്കണം. ഭയങ്കരനും മഹാനുമായ. നിങ്ങളെ വാക്യൊന്ന് വായിച്ചേ. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും. ആർക്കാ നിയമവും ദൈവം പാലിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നു എങ്ങനെ അറിയാൻ കഴിയും? തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, തന്റെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. വായിച്ചു. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളെ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന. നോക്കിയേ, അപ്പൊ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഭയങ്കര ഒരു ഏറ്റുപറച്ചിൽ നടന്നു. എന്തോ പണിയാൻ പോവാണ്? മതില് പണിയാൻ. മതില് പണിക്ക് മുമ്പേ രാജാവ് തനിക്ക് സൈഡല്ലേ? രാജാവ് തനിക്ക് സൈഡല്ലേ? ആന്നു. രാജാവിനോട് ചോദിച്ചാൽ പട്ടാളക്കാരെ തനിക്ക് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. രാജാവ് പറഞ്ഞ സമീപ സ്ഥലത്തുനിന്ന് ആവശ്യമുള്ള തടി മൊത്തം എന്ത് ചെയ്യും? കിട്ടും. ഇതെല്ലാം ഉണ്ടായിട്ടും താൻ ഇതിൽ വല്ലതും ആശ്രയിച്ചോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ തനിക്കുള്ള സ്വാധീനമോ സ്വാധീനത്താൽ ലഭ്യമാകാൻ പോകുന്ന മാനുഷികമായ സഹായങ്ങളോ ഒന്നും താൻ കണക്കാക്കിയില്ല. താൻ സഹായം മുഴുവൻ ആരിൽ ആശ്രയിച്ചു? ദൈവം സഹായിക്കണമെങ്കിൽ ആദ്യ പാപങ്ങൾ ഏറ്റു പറയണമെന്ന് ആർക്ക് മനസ്സിലായി? നെഹമ്യാവിന്. അവൻ തന്റെ പിതാക്കന്മാരുടെ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. നല്ല സ്തോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ദൈവപ്രവൃത്തി നമ്മി വെളിപ്പെടാൻ ഒന്നാമത്തെ മാർഗം ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഒരു അനുതാപം നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് ഏറ്റുപറച്ചിലിന് അവസരം കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ച് ഭക്തനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ താഴോട്ട് വേഗം വായിച്ചു വിട്ടു. നിന്റെ കണ്ണ് തുറന്നു ഇരിക്കണമേ, ഞാൻ എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും ഭക്ഷണത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. കണ്ടോ? ശ്രദ്ധിച്ച് പാപമേറ്റു പറഞ്ഞു, അകൃത്യമേറ്റു പറഞ്ഞു, തന്റെ പിതാക്കന്മാരുടെ പാപമേറ്റു പറഞ്ഞു. എന്നിട്ട് മോശ കൊടുത്ത കൽപ്പനകളെ ഞങ്ങൾ എന്ത് ചെയ്തില്ല. അപ്പം വചനത്തിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു പോയി, മാറിപ്പോയി എന്ന് ദൈവത്തെ ഓർപ്പിച്ചു. രണ്ട്, ഞങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞ വാക്യത്തെ ദൈവത്തെ എന്ത് ചെയ്തു, ഓർപ്പിച്ചു. അപ്പൊ പ്രാർത്ഥനയിൽ തന്റെ കുറവ് ഓർപ്പിച്ചു, പിതാക്കന്മാരുടെ പാപം ഓർപ്പിച്ചു. ഞങ്ങൾ പ്രമാണം വിട്ടു പോയത് കൊണ്ടാണ്, ഞങ്ങൾ വഷളത്വം എന്ത് ചെയ്തു, പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ ശിക്ഷയെല്ലാം വരാൻ കാരണം എന്ന് അവർ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥന തുടർന്നു. അത് കഴിഞ്ഞ് ആരെ പോയി കണ്ടു? രാജാവിനെ പോയി കണ്ടു. നെഹമ്യാവ് രാജാവിനെ എന്ത് ചെയ്തു, പോയി കണ്ടു. അതിൻ്റെ 2-ാം അധ്യായം വേഗം ഒന്ന് വായിച്ചു. 2-ാമത്തെ വായിച്ചു. രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. ശ്രദ്ധിച്ചേ, ഈ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നു, ഉപബോധിച്ചു, പ്രാർത്ഥിച്ചു, പാപം വെച്ച് പറഞ്ഞു വെച്ച് നേരെ പോയി ആരെ കണ്ടേനെ? രാജാവിനെ കണ്ടു. പറഞ്ഞു, രാജാവ് ഇതുപോലെ ചെറിയ പ്രശ്നത്തിനകത്ത് ഞങ്ങളുടെ ജാതി അകപ്പെട്ടിരിക്കുക, അവിടെ രാജാവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഇതുവല്ല ഇവൻ രാജാവിനോട് പറഞ്ഞു. ദൈവത്തിൽ കാര്യം ഏൽപ്പിച്ചു, തൻ്റെ ജോലി തുടരുക. പ്രൈസലോ. തന്റെ ജോലിക്ക് ചെന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഇവന്റെ മുഖം വായിച്ചു. പ്രൈസലോ, പ്രൈസലോ. രാജാവ് ചോദിച്ചു, മുൻപൊക്കെ നീ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, നിന്റെ മുഖത്ത് എന്താ ഒരു വല്ലാത്ത പ്രയാസം, നിന്റെ മുഖം എന്നാ വാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജാവിടെ ഇവൻ എന്ത് ചെയ്തു? കാര്യം ശ്രദ്ധിച്ചേ. അപ്പൊ ഇവൻ ആശ്രയിച്ചത് മൊത്തം ആരില്ല? ദൈവത്തില. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച ഭക്തൻ രാജാവ്. അപ്പൊ രാജാവ് ഇങ്ങോട്ട് ചോദിക്കുക, കുഞ്ഞ് നിന്റെ വിഷയം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം അങ്ങോട്ട് പറയല്ല, ഇവൻ രാജാവ് ഇങ്ങോട്ട് ചോദിക്കണം, നിന്റെ വിഷയം എന്തുവാ? നിന്റെ മുഖം എന്നാ പാടിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സാലറി കൂടുതൽ വല്ലതും വേണ്ടിയിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. അതോ പിള്ളേർക്കൂടെ ജോലി വല്ലതും കിട്ടേണ്ടിയിട്ടാണോ? നിന്റെ വിഷയം എന്താ? ഉടനെ അവൻ പറഞ്ഞു, എന്റെ വിഷയം വ്യക്തിപരമായിട്ടുള്ളതേ അല്ല, എന്റെ പിതാക്കന്മാർ. ഒന്ന് വായിച്ചേര്. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, എന്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള പട്ടണം ശൂന്യമായി, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കെ എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? അടുത്ത വാക്യം വായിച്ചു. അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന്റെ തിരുമുമ്പിൽ ശ്രദ്ധിച്ച്, നേരത്തെ പ്രാർത്ഥിച്ചല്ലേ? നേരത്തെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പാപം ഏറ്റു പറഞ്ഞു, ഇല്ലേ? കരഞ്ഞു. പിന്നെ ഇപ്പൊ ചോദിച്ചോ, പിന്നെ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ അത് വായിച്ചു നോക്കിയേ. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്. അപ്പൊ ഈ നെഹമ്യാവ് ഏത് കാര്യം ആരോട് പറയണേലും പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു സ്തോത്രം പറഞ്ഞു. അപ്പൊ മതിലിടിഞ്ഞ് കിടക്കുക, വാതിൽ ചുട്ടു കിടക്കാന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ പോരെ. തന്നെ നേരത്തെ പ്രാർത്ഥിച്ചെന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടേക്കുമല്ലേ? ഹലോ, നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചിട്ടേക്കുമല്ലേ? പിന്നെ പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? പക്ഷെ നോക്കിയേ, നെഹമ്യാവ്
ഈ വിഷയം രാജാവിനോട് പറയും മുമ്പേ ഒന്നുകൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളമുണ്ടായി. അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദൻ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. നെഹമ്യാ ഒരു പണിക്കാരനാണോ? അല്ല. നെഹമ്യാ ഒരു പാസ്റ്ററാണോ? അല്ല. നെഹമ്യാ ഒരു പ്രവാചകനാണോ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും പൊളിഞ്ഞത് പണിതിട്ടുണ്ടോ? എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നോക്കിയേ, ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, മുൻ എക്സ്പീരിയൻസിൽ ഇല്ലാത്തൊരു കാര്യം, പ്രൈസലോ ഇതുവരെ ചെയ്യാത്തൊരു ഡ്യൂട്ടി അവൻ പറയുകയാണ്, എന്നെ പണിക്കായിട്ട് അയക്കണം. അപ്പൊ ഞാനൊരു ദൂത് പറയാം. പ്രാർത്ഥിക്കുന്നവനൊരു പണിയുണ്ട്, ഉപവസിക്കുന്നവന് ഒരു പണിയുണ്ട്. ഹല്ലേലൂയ. കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കുന്നവൻ എന്തുണ്ട്? ഒരു പണിയുണ്ട്. ചെറു ജീവിതകാലം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഒരു പണിയും ചെയ്യത്തില്ല. ഫ്രൈസലോ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രാർത്ഥിച്ചു പ്രാപിച്ച ബലത്തിൽ അവൻ എന്താണ് ഇവൻ പണിയാൻ പോകുന്നത്? തകർന്നതിന്. അതാ വിഷയം. മതില് പണിയാൻ കട്ടയും സിമെന്റും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്ത് ചെയ്യാം? മതില് പണിയാം. അത് വലിയ ഈസിയായ കാര്യമാണ്. മെറ്റീരിയൽസും കയ്യിലുണ്ട്, പണവും കയ്യിലുണ്ട്, പണിയാൻ 10 മേസ്തിരിമാരുണ്ട്, എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം. പക്ഷെ തകർന്നത് പണിയാൻ ഇച്ചിരി പാടാ. ഇവൻ പണിയാൻ പോകുന്നത് ഭയങ്കര റിസ്ക് ഉള്ള വിഷയമാണ്. ഇന്നലകളിൽ തകർത്ത ഒന്ന്. തകർച്ച യാദൃച്ഛികമായി ഉണ്ടായതല്ല, വളരെ കണക്ക് കൂട്ടി തകർത്തതാണ്. തകർത്തവന്റെ ലക്ഷ്യം ഇനി മേലാൽ പണിയരുത്. അപ്പോ ഈ തകർത്തവന്റെ ലക്ഷ്യം എന്താ? ഇനി ആരും ഇത് പണിയരുത്. പ്രൈസലോ. പണിയാൻ കഴിയാത്ത നിലയിലാണ് എന്ത് ചെയ്തേക്കുന്നേ? തകർത്തേക്കുന്നേ. പക്ഷേ ശത്രു ഏത് നിലയിൽ, ഈ നാട്ടിലൊക്കെ 8 നിലയിൽ പൊളിച്ചതായാലും ഒരുത്തൻ കരഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ദൈവം അവനെ കൊണ്ട് പണിയിപ്പിച്ചു. ഞാൻ ദൈവത്തെ ഹല്ലേലൂയ. ഞാന് ഈ ദൂത് ഞാൻ പറയുമ്പോൾ, ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നത് നമ്മുടെ പൊളിഞ്ഞ ഒരു സഭയുടെ കഥ മാത്രമാകല്ലേ. നിന്റെ കുടുംബത്തെ അവൻ പണിയാൻ പോകും. നിന്റെ പ്രാർത്ഥന മതിലിടിഞ്ഞെങ്കിൽ, നിന്റെ ആരാധന മതിലിടിഞ്ഞെങ്കിൽ, നിന്റെ ഉപവാസത്തിന്റെ മതിലിടിഞ്ഞെങ്കിൽ, നിന്റെ വിടുതലിന്റെ വാതിൽ കത്തിയെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തെയും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്റെ തലമുറയെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഭയങ്കരനും മഹാനുമായ ദൈവത്തിൽ ആശ്രയിച്ചു. 2, തന്റെ രാജാവിനടുക്ക് താൻ എന്ത് ചെയ്തു? ഭയപ്പാടോടെ ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ എന്താണ്? നിനക്ക് ഹൃദയത്തിൽ സന്മനസ്സുണ്ടെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ ഇടിഞ്ഞ പട്ടണം പണിയാൻ എന്നെ ഒന്ന് അയക്കണമേ. അടുത്ത വാക്യം വായിച്ചു. അതിന് അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാൻ ഒരു അവധിയും പറഞ്ഞു. രാജാവിന് തിരുവുള്ളം ഉണ്ടായി ഞാൻ യഹൂദായിൽ എത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു.
എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അടുത്ത വാക്യം. അങ്ങനെ ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്നു. രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേകവരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ഹോരന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റ് എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ താഴ്വര വാതിൽ വഴിയായി കുപ്പവാതിൽക്കലും ചെന്ന് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവ വാതിൽക്കലേക്കും രാജാവിന്റെ കുളത്തെങ്കിലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്തുകൂടെ ചെന്ന് മതിൽ നോക്കിക്കണ്ട് താഴ്വര വാതിൽ വഴിയായി മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തുവെന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല. അന്ന് വരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല. അനന്തരം ഞാൻ അവരോട് യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന് മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ശ്രദ്ധിച്ചേ, എല്ലാം വിവരിക്കാൻ സമയമില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നെഹമ്യാവ് കേട്ട വാർത്ത ശരിയാണോ എന്നറിയാൻ ചെന്നതിനെ പറ്റി ഇപ്പൊ എല്ലാം അനുകൂലമാണ്. ആ നദിക്ക് അക്കരെയുള്ള മുഴുവൻ ദേശാധിപതിമാരും ആർക്കനുകൂലമാ? വനം വകുപ്പ് മന്ത്രി ആർക്കനുകൂലമാ? നെഹമ്യാവിന്. അപ്പോൾ രാജാവ് ആർക്കനുകൂലമാ? അപ്പൊ രാജാവ് രാജ്ഞി എടുത്തു പറഞ്ഞുകൊണ്ട് രാജ്ഞി കൂടി ഇരിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ രാജാവ് അനുകൂലം, രാജ്ഞി അനുകൂലം, വനം വകുപ്പിന്റെ മന്ത്രി അനുകൂലം, അക്കരെയുള്ള ദേശാധിപതിമാര് മൊത്തം അനുകൂലം. സംഭവം അറിയാം, മൊത്തം ഇടിഞ്ഞു കിടക്കുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ചുമ്മാ അങ്ങോട്ട് നിന്ന് പിറ്റേ ദിവസം പണി ആരംഭിക്കുമായിരുന്നോ? അല്ല, താൻ രാത്രിയിൽ ഈ കേട്ടതൊക്കെ ശരിയാണോ? ഇങ്ങനെയുള്ളതായ മതിൽ ഇടിഞ്ഞിട്ടുണ്ടോ? വാതിൽ തീ വെച്ച് കത്തിക്കിടക്കുകയാണോ? ഏതൊക്കെ ഭാഗമായി ഇടിഞ്ഞേക്കുന്നത്? ഓരോ ഇടിവിന്റെ ആഴം എത്ര? ഓരോ വാതിൽ കത്തിയോ? എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ? ഇതൊക്കെ താൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മറ്റ് പ്രമാണിമാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാതെ തൻ്റെ ദൈവം തൻ്റെ ഉള്ളത്തിൽ കൊടുത്ത ഹിതത്തിനനുസരിച്ച് താൻ രാത്രിയിൽ ഇത് മൊത്തം എന്ത് ചെയ്തു? നോക്കിക്കണ്ടു. വലിയ പാടുള്ള കാര്യമാണ്. തകർന്നൊരു പട്ടണത്തിൽ ലൈറ്റ് കാണുമോ? ഇല്ല. വൈദ്യുതി കാണുമോ? ഇല്ല. അപ്പൊ രാത്രി ചെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ വഴിയില്ല. തന്റെ കുതിരയ്ക്ക് സഞ്ചരിക്കാനുള്ള വഴിയിരുന്ന് എഴുതിയേക്കുന്നത്. പ്രൈസലോ. അപ്പൊ വഴിയില്ലാത്തടത്തൂടെ പോയി ഇതെല്ലാം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പണി ആരംഭിക്കുന്നതിന് മുമ്പേ തകർച്ചയുടെ ആഴം എത്രയാ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ സമയം പറഞ്ഞ ബാക്കി രാത്രിയാ. ഞാൻ ഈ പ്രിൻസിപ്പൽ ഒക്കെ വിളിക്കുമ്പോൾ പറയും, പാസ്റ്റർ ഞാനിപ്പോ ഇവിടെ രാത്രി ഇത്ര സമയമായി, പക്ഷെ ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, പിന്നെ എഴുന്നേറ്റു, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രശ്നത്തിന് നടുവിൽ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. രാത്രി ഇരിക്കുന്നവന് ദൈവം വെളിപ്പാടുകളുടെ കണ്ണു തുറക്കും. അപ്പൊ എവിടെയൊക്കെയാണ് പൊളിവ്, എവിടെയാണ് ഇടിവ് എന്നെല്ലാം കണ്ടെത്തുവാനായിട്ട് കഴിയും. ശക്തമായ നെഹമ്യാവ് ചെയ്ത ഒരു വലിയ പ്രവൃത്തി, രാത്രിയിൽ താൻ കേട്ട സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാൻ ഇടിവുകളുള്ളിടത്തെല്ലാം പോയി എന്ത് ചെയ്തു? നമ്മൾ രാത്രി ഇടിവുള്ളിടത്ത് പോകാറുണ്ടോ? പ്രാർത്ഥനയോടെ പോകണം.
പ്രാർത്ഥനയിലൂടെ എവിടെ ചെല്ലണം? ഇടിപൊള്ളിടത്ത്, പൊളിഞ്ഞു കിടക്കുന്നിടത്ത് നമ്മുടെ കണ്ണുകൾ ചെല്ലണം. അതിനെ എങ്ങനെ പണിയാൻ കഴിയുമെന്ന് ആത്മാവിൽ അതിനെ വിവേചിക്കണം. നെഹമ്യാവ് അതിനെല്ലാം എന്ത് ചെയ്തു? ആത്മാവിൽ വിവേചിച്ചു. എന്നിട്ട് താൻ ഒന്നാമത് ഇത് പരിപാടി ജനത്തെ ഒന്നിച്ചു കൂട്ടി. പ്രൈസ് ലോർഡ്. ജനമുണ്ടോ അവിടെ? ഇപ്പം ഒത്തിരി പേര് ഇവരെന്ത് ചെയ്തു? കൊന്നു. ബാക്കി ആളെന്ത് ചെയ്തു? പ്രവാസി പോയി. ബാക്കി ഒരു ചെറിയ ഗ്രൂപ്പേ അവിടെ ഉള്ളൂ. ആ ചെറിയ ഗ്രൂപ്പിനെ ഒന്നിച്ചാക്കിയിട്ട് പറഞ്ഞു, നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ അപമാനത്തിൽ, പ്രൈസ് ദി ലോർഡ്, എന്താ എഴുതിയേക്കുന്നേ? നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, ഇനിയും നിന്നാപാത്രമായിരിക്കാൻ. സ്വതന്ത്രം പറഞ്ഞേ. ഇന്നലെ വരെ ആരും നമ്മുടെ വിഷയമല്ല. ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവരുടെ വല്ല ആവശ്യമുണ്ടോ നെഹമ്യാവിന്? ഈ കിടക്കുന്ന ജനത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. കാരണം പട്ടാളം ആരുടെ കൂടെ ഇപ്പോൾ ഉണ്ട്? പണിക്കാരുടെ കൂടെ ഉണ്ട്. ദേശാധിപരുടെ സ്വാധീനം ആരുടെ കൂടെ ഉണ്ട്? ആവശ്യമുള്ള തടി ആരുടെ കൂടെ ഉണ്ട്? അപ്പൊ പിന്നെ ഈ ആർക്കും വേണ്ടാതെ ഈ പ്രവാസി പോലും പോകാൻ കൊള്ളത്തില്ലാത്തവന്മാർ ഇവിടെ കിടക്കുന്നത്. ശ്രദ്ധിക്കണേ. കൊള്ളാവുന്നതെല്ലാം കൊന്നുകളഞ്ഞു. ഒരുമാതിരി കുടുംബത്തിൽ പിറന്നവന്മാരെല്ലാം കൊണ്ടുപോയി ദാനിയേലിനെ ഒക്കെ എന്ത് ചെയ്തു? അവിടെ പ്രവാസിലാക്കി. പിന്നെ പോയിട്ട് ഒരുമാതിരി കൊള്ളാവുന്ന നെഹമ്യാവൊക്കെ കൊള്ളാവുന്ന രാജ്യത്ത് പോയി രാജാവിന്റെ പാനപാത്രവാനായി. ആർക്കും വേണ്ടാത്ത കുറച്ചെണ്ണം എവിടെ എന്ത് ചെയ്യുന്നേ? കിടക്കുന്നേ. പക്ഷെ ആ ഉള്ളതിനെ നെഹമ്യാവ് എന്ത് ചെയ്തു? ഒരു സ്വതന്ത്രം പറഞ്ഞു. ഒരു വലിയ പണിയാന്ന് ഓർത്തോണം. ഒരു വലിയ പണിക്ക് വേണ്ടി ഉള്ളതിനെ ഒന്നിച്ചു കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാതെ ഒന്നിച്ച് ജനത്തെ കൂട്ടി പറഞ്ഞു, നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥത്തിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റ് പണിയണം. അവൻ ജനത്തെ ഉത്സാഹിപ്പിച്ചു. ഞാൻ നിങ്ങൾ 4 പേരെ ഉള്ളെങ്കിലും എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, നിങ്ങൾ ദൈവദാസന്റെ കൂടെ ഒന്നിച്ച് ചേർന്ന് ഒരു പണിക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒന്നിച്ച് നിന്നാൽ ദൈവം നിങ്ങളെ കൊണ്ട് ദേശത്ത് വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തകർച്ച എത്ര വലുതായാലും, ഇടിവ് എത്ര വലുതായാലും, അപമാനം എത്ര വലുതായാലും, പ്രാർത്ഥിക്കുന്നവൻ പണിയാൻ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരുമില്ല. ഓ, ദൈവത്തെ സ്തുതിക്കുകയാ. നെഹമ്യാവിനെ കൊണ്ട് പണികൾ ചെയ്യിപ്പിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ടാറ്റയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് നാനോ, അല്ലേ? നാനോ എന്ന് പറഞ്ഞ കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന കൊച്ചു വണ്ടിയാണ്. അതിനകത്ത് അത്യാവശ്യമുണ്ട് 4 പേരെ കൊണ്ടുപോകാം. 4 പേര് മഴ നനയാതെ പോകാന്നുള്ളതാണ് ടാറ്റ ഹൗസ്. അത് ഇത് കണ്ടുപിടിക്കാൻ കാരണം, ഒരു ചെറിയ ബജാജിൻ്റെ ചേതക്കേൽ, മിന്നലൊരു കൊച്ച്, പുറകിലപ്പൻ, അതിൻ്റെ പുറകിലൊരു കൊച്ച്, അതിൻ്റെ പുറകിൽ ഭാര്യ, ഭാര്യയുടെ മടിയിലൊരു കൊച്ച്, ഇങ്ങനെ 5-6 പേര് ഒരു ചെറിയ ചേതക്കെ പോകുന്നത് രത്തൻ കണ്ടു. ഭയങ്കര പെരുമഴ, മഴക്കൂട്ടുമില്ല, നനഞ്ഞു കുടിച്ച് ഇതുങ്ങൾ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ രത്തൻ തീരുമാനിച്ചു, ഈ 5 പേർക്ക് ചേതക്കിന്റെ വിലയിൽ പോകാവുന്ന വണ്ടി ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു സ്കൂട്ടറിന്റെ വിലയ്ക്ക് മേടിക്കാവുന്ന വണ്ടി കണ്ടുപിടിച്ചു. അതാ നാനോ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ബിസിനസിന്റെ നീഡ് അറിയാവുന്നവൻ ഏത് ചെറിയൊരു കാര്യം കണ്ടാലും അതിൽ നിന്നൊരു പാഠം പഠിക്കും, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ, ചെറിയ ഇടർച്ചകൾ, ചെറിയ തകർച്ചകൾ, അതിൽ നിന്നൊരു വലിയ പാഠം നമ്മുടെ ദൈവം എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. ഇതിനെ പണിയാൻ നിനക്ക് കഴിയും എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട്. നോക്കിയേ, തകർന്ന ഒന്നിനെ പണിയാനുള്ളതായ ഉറപ്പ് നെഹമ്യാവ് എവിടെ വെച്ച് പ്രാപിച്ചു? എവിടെ വെച്ച് പ്രാപിച്ചു? അന്യരാജ്യത്ത് വെച്ച്. ഇവിടുത്തെ തകർച്ച കണ്ടോ? ഇല്ല. നമ്മൾ ചെന്ന് പറഞ്ഞില്ല, ഇത്രയും വലിയൊരു വിഷയമായിരുന്നു, ഞാൻ മനഃപൂർവ്വം ചെന്ന് അതിനകത്ത് ഇടപെടത്തില്ലായിരുന്നു. അറിയാതെ കയറി എന്ത് ചെയ്താ? ഇടപെട്ട് പോയതാ. ഇങ്ങനൊരു വിഷയമാണ്, ഞാൻ എന്ത് ചെയ്തില്ല. ഇല്ല, ഒരുത്തൻ പറഞ്ഞത് കേട്ട് പുള്ളി അങ്ങ് തീരുമാനമെടുത്തു. വന്ന് കണ്ടപ്പോഴാണ് പെരുമ്പാമ്പുറവ് മുതൽ ഇങ്ങോട്ട് മുഴുവൻ ഉറവുകളും എന്ത് ചെയ്തിരിക്കുക?
അടഞ്ഞേക്കുക. പ്രൈസലോ, കുപ്പവാതിൽ മുതൽ എല്ലാ വാതിലും എന്ത് ചെയ്തേക്കുക, പൊളിഞ്ഞേക്കുക. മുഴുവൻ മതിൽ എന്ത് ചെയ്തേക്കുക, ഇടിഞ്ഞേക്കുക. പ്രൈസലോ, പ്രൈസലോ. ഈ മനുഷ്യൻ ഇത് കണ്ടെത്തിയിട്ട് ജനത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പൊ ഏതൊരു പണിയുടെയും പുറകിൽ ആദ്യം വെളിപ്പെടേണ്ടത് ഐക്യതയാണ്. സ്വതന്ത്രം പറഞ്ഞേ, പ്രാർത്ഥനയിൽ ഐക്യത, ആരാധനയിൽ ഐക്യത. മലയാളിക്ക് ഒരു കുഴപ്പം, പാലക്കാപ്പൂ വിരിഞ്ഞ പോലെ ഇരിക്കത്തുള്ളൂ എപ്പോഴും. ഫ്രൈസലോ, 4 പേരുണ്ട്, 4 സൈഡിലോട്ടായിരിക്കും. പാലക്കാപ്പൂ വിരിഞ്ഞ് കണ്ടുണ്ടോ? ഫ്രൈസലോ, നാട്ടിലൂടെ ഒരു ചെടിയാ പാല. ആ പാലയുടെ കാ വിരിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങോട്ടിരിക്കും, ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങോട്ടിരിക്കും, 4 സൈഡിലോട്ട് വളഞ്ഞിരിക്കും. നമ്മുടെ മലയാളിക്കും പറ്റിയത് അങ്ങനെ ഒരു കുഴപ്പമാണ്. ഫ്രൈസലോ, ഫ്രൈസലോ. അപ്പൊ ഏത് പണിയുടെ മുമ്പിൽ എന്ത് വെളിപ്പെടണം? ഐക്യത വെളിപ്പെടണം. ഫ്രൈസലോ. 2, ഈ മുഴുവൻ ജനവും നെഹമ്യാവ് എന്ത് പറയുമോ അത് കേട്ട് അനുസരിക്കാൻ തയ്യാറായി. ഫ്രൈസലോ. എല്ലാരും അങ്ങ് ലീഡർ ആയിരുന്നു എന്നോടത്തേന്. ഫ്രൈസലോ. അപ്പൊ അവരെ നടത്തിപ്പാനായി വന്ന നെഹമ്യാവ് എന്ന പ്രാർത്ഥനാ മനുഷ്യനെ അനുസരിപ്പാൻ അവരെല്ലാവരും തയ്യാറായി. ഏതൊരു പണിയുടെയും ഉയർച്ചയ്ക്ക് ഒന്നാമത്തെ കാര്യം ഐക്യത, 2 നടത്തിപ്പുകാരനെ എന്ത് ചെയ്യുക, അനുസരിക്കുക. പ്രൈസലോ, പ്രൈസലോ. നിങ്ങൾ നോക്കിക്കേ, അതിന്റെ സ്തോത്രം 2:17 വായിച്ചേ. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ. കണ്ടോ, 2 യോഗ്യതകൾ. എന്താണ് പറഞ്ഞത്? നമ്മൾ ഈ പണി ആരംഭിച്ചാൽ ഇത് പൂർത്തീകരിപ്പാൻ ദൈവത്തിന്റെ കൈ നമുക്ക് എന്താണ്, അനുകൂലം. അതാണ് സ്വന്തം പറഞ്ഞേ. പ്രൈസലോ, പ്രൈസലോ. അപ്പൊ ജനത്തെ പറഞ്ഞ് ബലപ്പെടുത്തിയത് എനിക്ക് ഭയങ്കര സ്വാധീനമാണ്, ഞാൻ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് വല്ലതാണോ? അല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഈ വിഷയത്തിൽ നമുക്ക് അനുകൂലമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇത് രാത്രി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പുറകിൽ ആരുടെ കൈയുണ്ട്? നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണ്. ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 1, ദൈവത്തിന്റെ കൈ നമുക്ക്, 2, രാജാവ് നമുക്ക് അനുകൂലമാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് ജനത എന്തായി? ധൈര്യമായി. എന്നിട്ട് താൻ പറഞ്ഞു, നാം എഴുന്നേറ്റ് 20-ാമത്തെ വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ സംശയം നെഹമ്യാവിനുണ്ടോ? ഇല്ല. ഈ തകർച്ച എല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്ക് പണിത് നോക്കാം, ശരിയാകുന്നെങ്കിൽ ശരിയാകട്ടെ, പൂർത്തീകരിക്കുന്നെങ്കിൽ എന്നുമില്ല എന്ന് പറഞ്ഞേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം, ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ശക്തമായി പറഞ്ഞേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഏതുകൊണ്ട്? സ്വർഗത്തിലെ ദൈവം കാര്യം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നത് കൊണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ പണി ആരംഭിച്ചോ അവിടെ എതിരാരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നെഹമ്യാവിന്റെ പണി ചുരുങ്ങിയ ദിവസം കൊണ്ട് പാതി പൊക്കം ഉയർന്നു. ഉയർന്നതിന് കാരണം എതിരുണ്ടായിരുന്നതാണ്. സൻബല്ലത്തും തോബിയാവും ഉണ്ടായിരുന്നതാണ് മതിൽ പണി വേഗം തീരാൻ കാരണം. നമ്മളാണ് പറഞ്ഞതിന് എൻ്റെ കൂടെ വന്ന ജനമെല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു, യുദ്ധ തൽപരരായ ആളുകളായിരുന്നു. ഒരു കൈയിൽ ആയുധം, പിന്നെ മറു കൈ കൊണ്ട് പണി, അങ്ങനെ ചെയ്യുന്ന ആളുള്ളത് കൊണ്ടായിരുന്നു എല്ലാം ഭംഗിയായിട്ട് തീർന്നു. പറഞ്ഞാൽ നെഹമ്യാവ് പറയാം, അതുകൊണ്ടൊന്നുമല്ല, എതിർക്കാൻ 2 പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എതിർക്കാൻ 2 പേരുണ്ടായിരുന്നതാണ് എൻ്റെ പണിയെല്ലാം ഭംഗിയായിട്ട് തീരാൻ കാരണം.
ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിന്റെ പണി നടത്തുന്നവൻ എതിരെപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്, ഇടറിപ്പോകരുത്. കർത്താവിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ശക്തമായ 2 ഗ്രൂപ്പ് ആരൊക്കെയാ? ഒന്ന് വായിച്ചേര്. അതിന്റെ ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ശ്രദ്ധിച്ചേ, ഈ പണിയാൻ ആരംഭിക്കുന്നവൻ അനുകൂലമായി വന്ന ആരോ അവന് എതിരായി ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവർക്ക് ജനത്തോടുള്ളതിനെക്കാട്ടി പിണക്കം ആരോടായി? നെഹമ്യാവിനോടായി. പ്രൈസ് ദി ലോർഡ്. ആര് സഹായിപ്പാൻ വന്നോ, ആര് ഈ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നോ, അവനെതിരായിട്ട് ആര് മാറി? ജനമെല്ലാം മാറി. വായിച്ചേ. ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പ് ഇപ്പം വായിച്ചു. സൻബല്ലത്ത് തോബിയാവ്. എന്നാൽ ഹോരേബിനായ സൻബല്ലത്തും ദാസൻ തോബിയാവും അരാബിനായ ഗേശവും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അതിനെ ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ശ്രദ്ധിച്ചേ, ഇപ്പൊ ഈ വിഷയം ഇവരെ രാഷ്ട്രീയവൽക്കരിക്കാണ്. ശ്രദ്ധിക്കണേ. നെഹമ്യാവ് വന്നേക്കുന്നത് ആരുടെ അനുവാദത്തോടാ? പക്ഷെ ഇപ്പം വിഷയം ആർക്കെതിരാക്കി? രാജാവിനെതിരെ മത്സരിക്കുകയാണ് എന്ന നിലയിലേക്ക് വിഷയം എന്ത് ചെയ്തു? അപ്പൊ ഇതിന് പുതിയ മുഖം കൊടുത്ത് ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഇത് രാഷ്ട്രത്തിന് വിരോധമായി ചെയ്യുന്ന ഒരു കാര്യമാക്കി ഈ വിഷയത്തെ എന്ത് ചെയ്തു? തീർക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇത് വല്ലതും കേട്ടിട്ട് നെഹമ്യാവ് പേടിച്ചോ? ഇല്ല. നെഹമ്യാവിന്റെ അകത്തെ ധൈര്യം എന്താ? രാജാവ് സപ്പോർട്ടുള്ളതാണോ? അല്ല. ആര് സപ്പോർട്ടുള്ളതാണ്? ദൈവ സപ്പോർട്ടാണ്. രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ കൃപ പ്രാപിച്ചാലേ പ്രശ്നമുണ്ട് കേട്ടോ. ഈ വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിനോടൊക്കെ നിൽക്കാൻ തയ്യാറായാലേ പ്രശ്നമുള്ളൂ. നാട് ഓടുമ്പോൾ നടുവേ ഓടിയേക്കാമേല് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ചേരി അതിനെങ്കിൽ നമ്മൾ അതിന് നടുമുറി എന്ത് ചെയ്തോണം? തിന്നോണം. നായയാണെങ്കിൽ അതിന്റെ ഇറച്ചി എന്ത് ചെയ്തോണം? നമ്മൾ അതിന്റെ കൂടെ കൂടാമേ നമുക്കും വലിയ പ്രശ്നമില്ല. നമ്മൾ അതിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കാനല്ല, നമ്മളെ അഭിഷേകത്തിൽ വളർത്താനായിട്ട്. നിങ്ങൾ നോക്കിയേ, ഈ ദാവീദ് ആടിനെ തീറ്റ് തുടങ്ങിയത് എത്രയോ വർഷം മുമ്പാ. പക്ഷേ അവന്റെ ആടിനെ കരടിയും പിടിച്ചിട്ടില്ല, അവന്റെ ആടിനെ സിംഹവും പിടിച്ചിട്ടില്ല, അവന് വലിയ പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു ദിവസം ആള് വിട്ട് അവനെ വീട്ടിൽ വിളിപ്പിച്ചപ്പോൾ അവിടുത്തെ ശുശ്രൂഷ എല്ലാം തീരാൻ പോകുന്ന സമയമാണ്. സ്തോത്രം. പക്ഷേ ശൗമേലിനെ വിളിച്ചു പറഞ്ഞത്, നീ ഞാൻ പറഞ്ഞ പുള്ളി ഈ വരുന്ന ആളാ, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യേ? അഭിഷേകം ചെയ്തു. അതിനു മുമ്പ് 7 പേരും ഈ ശൗമേലിന്റെ തൈലക്കൊമ്പിന് കീഴെ കൂടെ പോയി. പക്ഷെ അഭിഷേകത്തിന്റെ തലയിൽ വീണില്ല. ആരുടെ തലയിൽ വീണു? ദാവീദ്. തിരിച്ചു താൻ കാട്ടിപ്പോയി. അഭിഷേകം പ്രാപിച്ചിട്ട് ഡ്യൂട്ടി പിന്നെ എവിടാ? കാട്ടിൽ തന്നെയാ. ആടിനെ തീറ്റാൻ പോയി. ചെന്നപ്പോ എന്താ, ഒരു സിംഹം വന്ന് ആടിനെ പിടിച്ചു. എപ്പോഴാണ് ദാവീദിന്റെ ആടിനെ സിംഹം പിടിച്ചത്? ദാവീദിന്റെ മേലൊരു അഭിഷേകം നടന്ന ശേഷം. അപ്പൊ എപ്പോഴാ പ്രശ്നം തുടങ്ങുന്നേ? നിന്റെ മേലൊരു നിയോഗം, ദൈവിക നിയമനം, ദൈവിക പദ്ധതി എപ്പോൾ നിന്നിൽ വെളിപ്പെടുമോ, അതിന്റെ അഭിഷേകം എപ്പോൾ നിന്റെ മേൽ വീഴുമോ, അത് കഴിയുമ്പോഴേ പ്രശ്നം ഇളകി വരത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ചേ, ഈ ആടിനെ വന്ന് ആര് പിടിച്ചു? സിംഹം പിടിച്ചു. ഓടിച്ചെന്ന് ദാവീദ് എന്ത് ചെയ്തു? ആടിനെ രക്ഷിച്ചാതി. സ്തോത്രം. സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടു പോയ ആടിനെ രക്ഷിച്ചു. ആടിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിന് പിണക്കാരോടായി? ദാവീദിനോടായി. സിംഹം ആരുടെ നേരെ തിരിഞ്ഞു? ഇതുവരെ സിംഹം ആരുടെ നേരെയായിരുന്നു? ആടിന് നേരെയായിരുന്നു. തന്റെ ഇരയെ
ആരപകരിച്ചോ ഇപ്പം വൈരാഗ്യം അവനോടായി, അവന്റെ നേരെ തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ദാവീദ് എന്ത് ചെയ്തു? അതിനെ കീറിക്കം. എപ്പോഴും ദൈവങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെങ്കിലും ഒരു വിടുതൽ നടന്നാൽ അതിന്റെ പുറകിൽ അതുവരെ അവരെ തടഞ്ഞ, അവരുടെ വഴി അടച്ച, അവരുടെ നന്മ മുടക്കിയ ആ ശക്തികൾ വിടുവിച്ച് നിനക്കെതിരെയാവും. പ്രൈസ് ദി ലോർഡ്. നീ അപ്പൊ രക്ഷിച്ചോനെയും കൊണ്ട് അങ്ങനെ പോകരുത്. പുറകോട്ട് തിരിഞ്ഞ് ആ എതിരിനെ കീറിയിട്ടേ പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അപ്പോ ഒരാടിനെ രക്ഷിച്ചു, പ്രതിയോഗിയെ കീറി, അതുകൊണ്ട് പ്രശ്നം തരുന്ന വിചാരിക്കല്ലേ. അതിനെക്കാട്ടി വലിയ പ്രശ്നം പുറകെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ വീണത് രാജകീയ അഭിഷേകമാണോ? ആണെങ്കിൽ പ്രശ്നം പുറകെ ഉണ്ട്. അടുത്ത് വന്നത് ഒരു കരടി എന്ത് ചെയ്തു? തൻ്റെ ആടിനെ കയറി പിടിച്ചു. അതിനെ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു. ശുശ്രൂഷ എല്ലാം വെറൈറ്റിയാണ്, എല്ലാം ഒന്നല്ല, എല്ലാത്തിനും കീറുമല്ല. ഒന്നിനെ കീറിക്കളഞ്ഞു, ഒന്നിനെ അടിച്ചു കൊന്നു. ഈ രണ്ട് സംഭവങ്ങൾ ഉലകത്തിൽ താനും ദൈവമല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രാക്ടറൊക്കെ അടിച്ച് സിംഹത്തെ കൊന്നു എന്നും പറഞ്ഞൊരു ഹെഡിങ് ഒക്കെ വെച്ച് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും രണ്ട് ഭാഷയിലാക്കി നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാം, കാസറ്റിനകത്താക്കി ഈ സിംഹത്തെ കീറുന്ന പടമൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാം അല്ലേ? വേണേ ഒരു 5-6 വർഷം അതുകൊണ്ട് നമുക്ക് കാനഡ, യൂറോപ്പ്, അമേരിക്ക എല്ലാം കറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിനൊന്നും ദാവീദ് എന്ത് ചെയ്തില്ല. നീ ഒന്നിനും കിടന്നിട്ട് എപ്രാളം പിടിക്കണ്ട, നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി. ദൈവ സമയമാകുമ്പോൾ നിന്നെ സാക്ഷി പറയാൻ ഒക്കെ ഉള്ള സ്ഥലം എന്ത് ചെയ്യും? ഒരുക്കിക്കോളും. നീ ആയിട്ട് സാക്ഷി പറയാൻ പ്രത്യേക സ്റ്റേജ് ഒന്നും ഉണ്ടാക്കണ്ട. ദാവീദ് ഇങ്ങനെ ശാന്തമായിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്ന് രണ്ടാമത്തെ കോളിങ് വരുന്നു, നീ വീട്ടിൽ വരെ വരണം. ആദ്യം ഈ വിളിച്ചപ്പോൾ പോയി അഭിഷേകം പ്രാപിച്ച് തിരിച്ചു വന്നു. രണ്ടാമത്തെ പ്രാവശ്യം അപ്പൻ വിളിച്ചു, വീട്ടിൽ ചെന്ന ഉടനെ അപ്പന് ഇന്നലെ വരെ പുള്ളിയുടെ പരിപാടി ഇങ്ങനെ ആടിന് പിണ്ണാക്ക് കൊണ്ടുപോവുക, പുളുമ്പൊടി കൊണ്ടുപോവുക, ഈ കൊന്നേല മുരിക്കല കൊണ്ടുപോവുക, ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. പക്ഷെ ഇന്ന് ഏതാണ് അപ്പൻ ഒരു 10 പാൽക്കട്ടി, ഒരു കൊട്ടയ്ക്കകത്ത് 10 പാൽക്കട്ടി, പിന്നെ ഒരു പറ മലര്, 10 അപ്പം, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം കൂടെ വെച്ച് 3-4 കൊട്ട സാധനങ്ങൾ ആരുടെ തലേ വെച്ചു? ദാവീദ് തലേ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പടക്കളത്തിലോട്ട് പോകണം. സ്വതന്ത്രം. അഭിഷേകമുള്ളവനൊന്നും കാട്ടിൽ തന്നെയല്ല, അവനെ എവിടെ അയക്കും? ആ പടക്കളത്തിലയക്കും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുറകിൽ ഒരു യുദ്ധമുണ്ട്. സ്വതന്ത്രം. നിന്നെ പടക്കളത്തിൽ വിടാൻ വേണ്ടി 1-2 എക്സ്പീരിയൻസ് തരാൻ ആ കാട്ടിൽ 2 സംഭവം ഉണ്ടാക്കി. ഹല്ലേലൂയ. അപ്പൊ ഇന്നലകളിലെ പ്രശ്നം നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, നിനക്കൊരു പ്രാക്ടീസ് തരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ BSc നേഴ്സിംഗ് പഠിച്ചാൽ, MSc നേഴ്സിംഗ് പഠിച്ചാൽ ഇവിടുത്തുകാർക്ക് വിഷയമൊന്നുമില്ല. അവർ വരുമ്പോൾ ചോദിക്കുന്നത് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണോ? അല്ല, എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് വരാൻ പറ. ഇല്ലേ? അവർക്കറിയേണ്ടത് ഈ കുത്തിവെക്കാനായിട്ട് എഴുതി പഠിച്ചിട്ട് കാര്യമുണ്ടോ? കുത്തിവെച്ച് പഠിച്ചവനെ കൊണ്ട് ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ 2 എക്സ്പീരിയൻസ് കൊടുത്തു. സിംഹത്തെ കീറി, കരടിയെ കൊന്നു. ഇത് കഴിഞ്ഞപ്പോൾ നേരെ ഇവിടെ അയച്ചു? പടക്കളത്തോട്ട് അയച്ചു. അയച്ചപ്പോൾ അപ്പൻ 2 കാര്യം പറഞ്ഞു, മോനെ ഇതെല്ലാം കൊണ്ട് ചുമ്മാ ആരുടെയും കൈ കൊടുത്തിട്ട് പോരരുത്. ഈ അപ്പം 10 മലര് ഒരു പറയും ചേട്ടന്മാർക്ക് കൊടുക്കണം. കാരണം അവന്മാർ 10-40 ദിവസമായിട്ട് വെല്ലുവിളിയും കേട്ട് വിളറി വിശ നോക്കിയിരിക്കുക. അവരുടെ വിശപ്പ് മാറ്റാൻ അഭിഷേകം പ്രാപിച്ചവനെ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പടക്കളത്തിലെ ശത്രുവിന്റെ വെല്ലുവിളി കേട്ട് ക്ഷീണിച്ചവന്റെ വിശപ്പ് മാറ്റാൻ അഭിഷേകമുള്ളവനെ കൊണ്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഇതുകൊണ്ട് അവർക്ക് കൊടുക്കണം. പക്ഷെ പാൽക്കട്ടി 10 സഹസ്രാധിപന്റെ കൊടുക്കണം. പുള്ളി 1000 പേരുടെ നേതാവാണെങ്കിലും കയ്യിൽ എന്നോ ഇല്ല, പാൽക്കട്ടി ഒരു സ്വതന്ത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആള് സഹസ്രാധിപനാ, പക്ഷെ കയ്യിൽ എന്നോ ഇല്ല, മായമില്ലാത്ത പാലില്ല. അതുകൊണ്ട് ജനത്തിന് അതിന്റെ ക്ഷീണമുണ്ട്. അതുകൊണ്ട് സഹസ്രാധിപന്റെ ഈ പാൽക്കട്ടി 10 കൊടുക്കണം. എന്നിട്ട് കാലിക്കൊട്ടയും കൊണ്ട് ഇവിടോട്ട് വന്നേക്കല്ലേ, ക്ഷേമം അന്വേഷിക്കണം. ആരുടെ? സഹോദരന്മാരുടെ. തിരിച്ചു വരുമ്പോൾ ലക്ഷ്യം മേടിച്ചോണ്ട് വരണം. മീൻ മേടിച്ചോണ്ട് വരാനല്ല പറഞ്ഞേ,
ഡോളർ മേടിച്ചോണ്ട് വരാനല്ല, ലക്ഷ്യം മേടിച്ചോണ്ട് വരണം. അഭിഷേകം ഉള്ളവനെ ദൂത് കൊടുത്തു വിടുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഡ്യൂട്ടി ചേഞ്ച് ആയി. ഇന്നലെ വരെ നീ ചവറ് ചുമന്ന തലയിൽ ഇപ്പൊ അപ്പം ചുമക്കാൻ പോകുകയാണ്. ഒരു സ്വത്രം പറഞ്ഞു, ഒരു ദൂത് ഞാൻ പറയാൻ പോകുകയാണ്. അഭിഷേകം തന്നാൽ നിന്റെ ചുമട് മാറും. ഹല്ലേലൂയ. നീ കൊട്ട വിട്ടൊഴിഞ്ഞ് ഇന്നലെ വരെ ചുമന്ന പല വിഷയങ്ങൾ ചുമക്കാതെ പടക്കളത്തിൽ ക്ഷീണിച്ച് എഴുന്നേൽക്കുവാൻ നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദാവീദ് ചെന്ന് ഈ ക്ഷീണിച്ചവർക്കെല്ലാം കൂടെ അപ്പവും മലരും കൊടുത്തു. സഹസ്രാധിപനെ കൊണ്ട് പാൽക്കെട്ട് കൊടുത്തു. അപ്പോൾ നേരെ പരപരാൻ അങ്ങോട്ട് വെളുത്ത് വരിക. വെളുത്തു വരുന്നോടനെ ഒറ്റ അലാറം വിളിക്കുന്ന പോലെ ഈ ശത്രുവിൻ്റെ വെല്ലുവിളിയാണ്. ആരുടെ? ഗോലിയാത്തിന്റെ. ഇത് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? അവൻ എപ്പോഴൊക്കെയാണ് വെല്ലുവിളിക്കുന്നത്? രാവിലെയും വൈകിട്ടും. കൃത്യസമയമാണ്, രാവിലെയും വൈകിട്ടും. അപ്പം ജനത്തിന് രാവിലെ എണ്ണിച്ചു വരുന്ന ആരുടെ വെല്ലുവിളി കേട്ടോണ്ടാ? ശത്രുവിന്റെ വെല്ലുവിളി കേട്ടോണ്ടാ. പ്രൈസലോ, പ്രൈസലോ. പകൽ മൊത്തം ഇവരുടെ ചർച്ച ആരെ കുറിച്ചാ? ഈ ഗോലിയാത്തിനെ കുറിച്ച്. അവൻ്റെ കൈ കണ്ടോ, അവൻ്റെ കാല് കണ്ടോ, തല കണ്ടോ, വലിപ്പം കണ്ടോ എല്ലാം പറഞ്ഞ് ഇവനെ അങ്ങ് ഭയങ്കര വലുതാക്കി അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. വൈകിട്ട് ഇതെല്ലാം ഒന്ന് മറന്ന് കുടിച്ചെന്നാൽ ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കാമെന്ന് വിചാരിക്കും. വൈകിട്ടത്തെ വെല്ലുവിളി ആരുടെയാ? ഇവൻ്റെ. രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി കൊണ്ടിരുന്ന ആരെ കണ്ടോണ്ടാ? ഗോലിയാത്തിനെ കണ്ടോ? നോക്കി, ഈ ചേട്ടന്മാർ പടക്കളത്തില്ല, പക്ഷെ ഒരെണ്ണം കൂടാരത്തിന് വെളിയിറങ്ങത്തില്ല. കാരണം വെളിയിറങ്ങിയാൽ എന്തുണ്ട്? വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് അകത്തിരുന്നുകൊണ്ട് ഇതെല്ലാം കേട്ട് മുഖത്ത് രക്തമയം ഇല്ലാതെ ഇങ്ങനെ വിടറിയിരിക്കുമ്പോൾ ദാവീദ് ചെന്നു. ദാവീദ് ചോദിച്ചു, ആട്ടെ ഇവനെ കൊന്നാൽ എന്നെ കൊടുക്കും. നോക്കി, അഭിഷേകമുള്ളവന്റെ ചോദ്യം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേട്ടതേ ഉള്ള ആളിനെ കണ്ടിട്ടില്ല. ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ഇവനെ കൊന്നാൽ എന്തോ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ചേട്ടന്മാർക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. കാരണം ഈ മിലിറ്ററി പോയി എക്സ്പീരിയൻസ് കിട്ടിയ ആർക്കാ? ട്രെയിനിങ് ആർക്കാ കിട്ടിയേ? സർട്ടിഫിക്കറ്റ് ആരുടെ ഇല്ല? തോളത്ത് സ്റ്റാർ ആർക്കാ? ഇവൻ ഇത് വല്ലതും ഉണ്ടോ? ഇവൻ ആ പാടെ അപ്പം ചുമ്മിയെ കൊട്ട് തോളത്ത് ചവറ് ചുമ്മത്തോ തലമ്പും അല്ലാതെ വേറെ ഒന്നും ഇവന്റെ കയ്യിലില്ല. സ്വന്തം ഇവന്മാർക്കെല്ലാം ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അവര് ചോദിച്ചു, നീ അപ്പൻ്റെ 5-6 ആടിനെ ഇട്ട് ഇവിടെ എന്തിനാ വന്നത്? പടക്കളത്തിലാ വന്നത്? വല്ല പടയുണ്ടോ അവിടെ? ഒരു പടയില്ല. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, കയ്യടിയില്ല, ഒരു പടയില്ല. പക്ഷെ ഇവര് പറയുന്നത് എന്തുവാ? പടക്കളമാണെന്ന്. പ്രൈസലോ. യുദ്ധമൊന്നുമില്ല. വെല്ലുവിളി കേട്ട് പെരയ്ക്കകത്ത് പാത്തിരുന്നാലും പുള്ളികൾ പറയുന്നത് പടക്കളമാണെന്ന്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദാവീദ് അതിൻ്റെ ഒന്നും മറുപടി പറയാൻ നിന്നില്ല. ദാവീദ് ഇങ്ങനെ ചോദിച്ചങ്ങ് പോയി. പ്രിൻസിനോട് ചോദിച്ചു, കൊന്നാലെന്നോ കൊടുക്കും. ഈ അച്ഛനോട് ചോദിച്ചു, കൊന്നാലെന്നോ കൊടുക്കും. അവിടെ ചോദിച്ചു, കൊന്നാലെന്നോ. അവിടെ ചോദിച്ചു, കൊടുക്കുക, കൊന്നാലെന്നോ. ഇവിടെ ചോദിച്ചു, കൊന്നാലെന്നോ. ഇങ്ങനെ ഒറ്റ പോക്കങ്ങ് പോയി. മറുപടിക്കൊന്നും നിന്നില്ല പുള്ളി. അപ്പൊ ഈ പാളയത്തിൽ മൊത്തം ചോദിച്ചു, ആ ചെറുക്കനേതാ? അവനെപ്പോ വന്ന? അവനോട് നിന്ന് വന്ന? അവൻ ആരുടെ മോനാ? അവനെവിടെ പഠിച്ചു? നിങ്ങളോട് പഠിച്ചു? അവൻ ഞങ്ങളോട് അങ്ങ് പഠിച്ചു. പ്രൈസലോ. ചുരുക്കി പറഞ്ഞ പാളയം മൊത്തം ഒരു അരമണിക്കൂർ ആരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി? അവൻ ശ്രദ്ധിച്ചേ. അഭിഷേകമുള്ളവൻ വന്നപ്പോൾ ഇന്നലെ വരെ പാളയത്തിൽ ആരെ കുറിച്ചാ പറഞ്ഞേ? ശത്രുവിനെ കുറിച്ച്, വെല്ലുവിളിയെ കുറിച്ച്, ഗോലിയാത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിടയിൽ ആരെ കുറിച്ച് പറയാൻ തുടങ്ങി? അഭിഷേകത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. അഭിഷേകത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി നിങ്ങൾ പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ആകെ പറയാനുള്ളത്, എന്റെ ദൈവം തന്ന അഭിഷേകത്താൽ മുഖമെല്ലാം ഞാൻ ഒടിച്ചു. ശത്രു വെച്ച് ഏത് മുഖത്തെ ഒടിക്കുക. അപ്പോ നമ്മളെ കുറിച്ച് ഇപ്പോൾ ഒരാളെ ചോദിക്കുക, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്റെ ബ്രദറെ, അഭിഷേകത്താൽ ഈ മുഖം ഞങ്ങൾ ഒടിക്കും. ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും. പ്രൈസലോ എന്ന് പറയാനുള്ള കരുത്ത് ദൈവമക്കൾ അഭിഷേകത്താൽ പ്രാപിച്ചെടുക്കണം.
ഹല്ലേലൂയ. ഇത് ഈ വർത്തമാനം ആരുടെ ചെവിയിലെത്തി? രാജാവിന്റെ ചെവിയിലെത്തി. അപ്പൊ രാജാവ് പറഞ്ഞു, അവനിഞ്ഞ് വരാം. കുഞ്ഞ് നീ ആരുടെ പോയി? അവൻ ഞാൻ നിന്റെ ദാസനായ ഈശായുടെ 8ാമത്തെ ചെറുക്കനാണ്, എൻ്റെ ജോലി ആടിനെത്തിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ ആരുടെ കൊല്ലും തിന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിട്ടൊക്കെ പിള്ളേർ പറഞ്ഞ കേട്ടില്ല. എന്തോ സംഭവം? നിനക്ക് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഏതെങ്കിലും ഒരു വേറെതിന് മുമ്പ് എവിടെയെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കുവോ, അല്ല അങ്ങനെ പൊതു ശുശ്രൂഷ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു പരിചയം എക്സ്പീരിയൻസ് വരും? അവൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, കാട്ടി വെച്ച് 2 ദിവസം ഇത് ആരും കണ്ടിട്ടില്ല. പക്ഷെ അത് 2 കാര്യമുണ്ട്. 2 കാര്യം ശ്രദ്ധിച്ചേ. സാക്ഷി പറയാൻ വേദി രാജാവിന് മുമ്പിൽ ഒരുക്കി, പട്ടാളക്കാർ നിൽക്കുമ്പോൾ. അപ്പൊ നീ സാക്ഷി പറയാൻ വേണ്ടി ബന്ധപ്പെടണ്ട, വേദി ആരൊരുക്കിക്കോ. ദൈവം ഒരുക്കി. ആദ്യത്തെ സാക്ഷി ആരോടാ പറയുന്നത്? രാജാവിനോടാ പറയുന്നത്. രാജാവിന് സാക്ഷ്യം കേട്ടോ മനസ്സിലായി, കള്ളത്തരമല്ല, പ്രോഗ്രാം കിട്ടാൻ വേണ്ടി പുള്ളി തട്ടിപ്പറക്കുകയല്ല. പ്രൈസലോ, ഇതിനത് യാഥാർത്ഥ്യമുണ്ട്. സ്വന്തം പറഞ്ഞു ഇപ്പോഴത്തെ പല സാക്ഷ്യവും തട്ടിപ്പക. ചിലർ പറയും എന്നെ കാനവച്ചനാണ് സ്നാനപ്പെടുത്തിയത്, ഞാൻ തിരുമേനിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പിന്നെ അച്ചൻപട്ടം പഠിക്കാനായിട്ട് എന്നെ വിട്ടതായിരുന്നു, എന്നെല്ലാം പറയും. ഞാൻ അരമനയിൽ 6 മാസം ശുശ്രൂഷിച്ചതാ, ഇതൊക്കെ പറയും. ഇതെല്ലാം കേട്ട് നമ്മളെന്നേരം വേണ്ടി ഓർഡർ എഴുതി എന്ത് ചെയ്യും? കൊടുക്കും. ഇതെല്ലാം പകുതി തട്ടിപ്പാ. പക്ഷെ ഇവന്റെ സാക്ഷ്യം കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് സത്യമാണ്. പ്രൈസലോ, പ്രൈസലോ. അപ്പൊ രാജാവ് പറഞ്ഞു, കുഞ്ഞെ നീ ഇങ്ങനെ പോയി ചെയ്യുവാണെങ്കിൽ എൻ്റെ ഉടുപ്പിട്ടോ. ഇപ്പം ഈ ഗോലിയാത്ത് എല്ലാവരെക്കാട്ടി തോളൊപ്പം മേളിൽ പൊക്കമുള്ള ആളാണ്. ദാവീദ് എല്ലാവരെക്കാട്ടി പൊക്കം കുറവുമാണ്. പൊക്കം കുറഞ്ഞ ഒരാൾ ദാവീദിന്റെ ജൂബായിട്ട് എങ്ങനെ ഇരിക്കും? ശൗലിന്റെ ജൂബായിട്ട് എങ്ങനെ ഇരിക്കും? കാല് തട്ടി വീഴത്തില്ലേ? പുള്ളി അത് ഊരി ആരുടെയും കൊടുത്തു. നീ ശീലിക്കാത്ത ഒരു കാര്യവും നീ ചെയ്യാൻ. ദാവീദ് ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, രാജാവ് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾ ചെയ്ത് ശീലിച്ചേക്കുന്ന ശുശ്രൂഷകളാണ്, അതൊക്കെ നിങ്ങൾ ചെയ്തു. എനിക്ക് അങ്ങനത്തെ നാടൻ ശുശ്രൂഷയെ അറിയത്തില്ല. ഞാൻ ഈ കാട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ ശുശ്രൂഷയുടെ മെതേഡ് ഒരുമാതിരി കാടൻ സൈസാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പ്രാസത്തിലൊന്നും പറയാനൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല. എൻ്റെ ശുശ്രൂഷയെ കാടൻ സൈസാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതെല്ലാം കൈ പിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ദാവീദ് കയ്യിലൊരു ഈ കവണി എടുത്തു, 5 കല്ലെടുത്തു. 5 കല്ലിനെ കുറിച്ച് ഒത്തിരി കഥയുണ്ട്, എങ്കിലും യാഥാർത്ഥ്യം ഞാൻ പറയാം. പെരിസിന് 5 പ്രഭുക്കന്മാരാ. എത്ര? അതിലൊരു പ്രഭുവാണ് ആര്? ഗോലിയാത്ത്. ഗോലിയാത്ത് മറിഞ്ഞാൽ അടുത്ത 4 രംഗത്ത് വരാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. വന്നാൽ 4 കൂടെ തകർക്കാനുള്ള സാധനം കൈ വേണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പൊ അഭിഷേകമുള്ളവൻ ഒരു പോരിനിറങ്ങുമ്പോൾ മുമ്പ് നിൽക്കുന്ന ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിറങ്ങരുത്. ആ 1 തകർന്ന പിമ്പിൽ ഒരു 4 കാണും എന്നുള്ളത് ഓർത്ത് നീ കയ്യിൽ സമാഹരിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇവൻ 5 കല്ലെടുത്തു. എന്നിട്ട് ഇവൻ ഈ ശത്രുവിനെ അടിമുടി ഒന്ന് നോക്കി. ആത്മീയൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. സ്വന്തം പറഞ്ഞാട്ട് അപ്പൊ ആത്മീകന്റെ ദർശനം സകലത്തെ എന്ത് ചെയ്യും? വിവേചിക്കും. എന്നിട്ട് ഇവൻ അടിമുടി ഇവനെ നോക്കിയപ്പോൾ ഇവൻ അങ്ങ് ഉച്ചി മുതൽ കാല് വരെ മൊത്തം താമ്രം പൊതിഞ്ഞേക്കുക. തലയിൽ ശിരസ്ത്രം, നെഞ്ചത്ത് മാർപ്പതക്കം, താമ്ര കവചം, കാലയില് അതിൻ്റെ ഷൂവൊക്കെ ഇട്ട്, കയ്യിൽ വേല്, കുന്തം, പടപ്പ് തണ്ട് എന്ന് വേണ്ട എല്ലാം ഇവനെ ശരീരം കാണാൻ കഴിയാത്ത പോലെ കംപ്ലീറ്റ് ബുള്ളറ്റ് പ്രൂഫാണ്. പ്രൈസലോ. ഇവൻ നോക്കി ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും എൻ്റെ ഏറ് കൊള്ളാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ ഹെൽമെറ്റിനകത്ത് കാറ്റ് കയറാൻ വേണ്ടി ഒരു ചെറിയ ഹോള്. പ്രൈസലോ. അവൻ അത് കണ്ടു. ചേട്ടന്മാരെല്ലാം കണ്ടെന്തുവാ? ഇവന്റെ ഹെൽമെറ്റും ഇവന്റെ താമ്രകവചവും ഇവന്റെ വേലും ഒക്കെയാ. ദാവീദ് എന്താ കണ്ടത്? ഏറ് കൊള്ളാനുള്ള സ്ഥലമാണ് കണ്ടത്. ഹലോ. ഏത് വലിയ വെല്ലുവിളിയിലും അഭിഷക്തൻ കാണേണ്ടത് വെല്ലുവിളിക്കുന്നവന്റെ വലിപ്പമോ പ്രശ്നത്തിന്റെ വലിപ്പമോ അല്ല, നീ ആത്മാവിൽ അയക്കുന്ന ഏറ് കൊള്ളാൻ ഒരു സ്ഥലമുണ്ടോ എന്ന് ആത്മാവിൽ. പ്രൈസ് ദി ലോർഡ്. 2 അവൻ നോക്കിയത് ഞാൻ എറിഞ്ഞ തടയാൻ ഇവന്റെ ഈ വല്ലതും ഉണ്ടോ എന്ന്. സ്തോത്രം. നോക്കിയപ്പോൾ അത് ഞാൻ പണ്ട് വന്നപ്പോൾ പറഞ്ഞതാ, ഇവന്റെ പരിചയം ആരുടെ കയ്യിലാ? വേറൊരാളുടെ കയ്യിലാണ്. അപ്പൊ ഇവന് മനസ്സിലായി തടയാൻ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. 3 ഇവൻ നോക്കിയത് എൻ്റെ അഭിഷേകത്തിന് മുമ്പിൽ ആദ്യം വന്നത് ഒരു സിംഹമാണ്, ഒരു മൃഗമാണ്. 2ാമത് വന്നത് കരടി, അതൊരു മൃഗമാണ്.
ഇവനിങ്ങനെ മനുഷ്യൻ പറഞ്ഞെങ്കിൽ ഇവന്റെ അകത്തും വ്യാപരിക്കുന്ന ഒരു മൃഗം കാണും. സ്വതന്ത്രം വിവേചിച്ചപ്പോൾ മൃഗത്തെ കണ്ടെത്തി. ഉടനെ അവൻ കല്ലെടുത്തപ്പോൾ ഗോലിയാത്തിന് കാര്യം പിടികിട്ടി. ഗോലിയാത്ത് ചോദിച്ചു, നീ എന്നാടാ എൻ്റെ നേരെ നായയുടെ നേരെ വരുന്ന പോലെ? നീ ആരാന്ന് ഞാൻ വിവേചിച്ചു, അത്രേ ഉള്ളു കാര്യം. പ്രൈസലോ. അപ്പൊ നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ പേരൊക്കെ വിളിച്ചൊക്കെ നടന്നാലും ഇവനിലൊക്കെ വ്യാപരിക്കുന്ന ഒരു പോരുണ്ട്. അതെന്താന്ന് ആത്മാവ് വിവേചിക്കണം. അതിനനുസരിച്ചുള്ള ആയുധം ആത്മാവിൽ എടുക്കണം. പ്രൈസലോ. എടുത്താൽ ഓരോ ഏറിന് ഇവൻ എന്ത് ചെയ്യും? താഴെ വീഴും. ഞാൻ പറഞ്ഞു വരുന്നത്, നെഹമ്യാവ് പ്രാർത്ഥിച്ച് ഒരു കാര്യം തീരുമാനിച്ച് ജനത്തോട് പറഞ്ഞു, എനിക്കുള്ള അഭിഷേകത്താൽ നമ്മൾ എഴുന്നേറ്റ് പണിയും. പ്രൈസലോ, പ്രൈസലോ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് പണികൾ അവൻ ആരംഭിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി പോയി ഇതെല്ലാം ഒന്ന് കണ്ടായിരുന്നു. മൊത്തം തകർച്ച എവിടെയൊക്കെയാണ് കണ്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എല്ലായിടത്തും കയറി എല്ലാവരും പണിയണ്ട. നിന്റെ വീടിന്റെ പടി ഇണിഞ്ഞ് കിടക്കുക. നിന്റെ വീട്ടിൽ പോകുന്ന വാതിൽ കത്തിയും കിടക്കുക. ആ ഭാഗം നീയും വീട്ടുകാരോട് അങ്ങ് പണിതു. സ്വതന്ത്രം. അങ്ങനെ അവരവരുടെ വീടിന്റെ ഏരിയ അവരവരെന്ത് ചെയ്തു? ഒരു സ്വതന്ത്രം പറഞ്ഞേ. പണി വേഗം തീരാനുണ്ടായ കാരണം അവരവരുടെ ഭാഗത്തെ ഇടിവുകൾ അവരവരെ കൊണ്ട് എന്ത് ചെയ്തു? പണിയിപ്പിച്ചു. അപ്പോൾ അവരവരിറങ്ങി ആ ഭാഗം എന്ത് ചെയ്തു? എളുപ്പം അങ്ങ് പണിതു. എന്റെ ഭാഗത്തെ ഇടിവെന്നാന്ന് എനിക്ക് മനസ്സിലാകും. അത് വേറൊരാള് ഭാര്യാപുരത്തുനിന്ന് ഇവിടെ വന്ന് എന്നോട് ദൂത് പറഞ്ഞ് പണിയിപ്പിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഞാനും എൻ്റെ ഭാര്യയും പിള്ളേർ ഇറങ്ങി അങ്ങ് പണിയാൻ എളുപ്പം തീരുമാനം. നെഹമ്യാവ് നോക്കി എന്തോ തന്ത്രപരമായിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അവരവരുടെ ഭാഗം അവരവരെ ഏൽപ്പിച്ചു. വേഗം ആ ഭാഗത്തെ പണി എന്ത് ചെയ്തു? അങ്ങ് തീർന്നു. പണി തീരുന്നു എന്നറിഞ്ഞപ്പോൾ ശത്രു എന്ത് ചെയ്തു? ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ആത്മീയ തകർച്ചകളെ പണിയാൻ ആത്മീകമായി രംഗത്തു വരുന്നവർക്കെതിരെ പ്രൈസലോ മറുഭാഗത്ത് നിൽക്കുന്ന അനാത്മീയരായ ആളുകൾ കൂട്ടം കൂടി ചെയ്യാവുന്ന മുഴുവൻ ചെയ്യും. പ്രൈസലോ, പ്രൈസലോ. അവര് രാജാവിനെതിരാന്ന് പറഞ്ഞു നോക്കി. രണ്ടാമത് ഇവനെ വിളിച്ച് പല പ്രാവശ്യം മീറ്റിങ്ങിന് വിളിച്ചു. ആരെ? നെഹമ്യാവിനെ. നെഹമ്യാവിന്റെ ഒറ്റ മീറ്റിങ്ങിനും ഒരു സ്വതന്ത്രം പറഞ്ഞു. നമ്മളെ കൂടെ UPF-നകത്ത് ഉൾപ്പെടുത്തിയല്ലോ. എന്നാ പിന്നെ നമുക്ക് UPF പോയിട്ട് ഒക്കുവാണെങ്കിൽ ഇലക്ഷനിൽ പ്രസിഡന്റായിട്ട് ഞാൻ വരാം. അപ്പൊ UPF-ന്റെ പ്രസിഡന്റ് ഞാനാണെന്ന് പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഹമ്യാവ് ആരുടെയും പ്രസിഡന്റ് ആകാൻ പോയില്ല. പ്രൈസലോ. സന്മേളനത്തിന്റെ മീറ്റിങ്ങിനും പോയില്ല, തോബിയാവിന്റെ മീറ്റിങ്ങിനും പോയില്ല, പുള്ളി ഒരു പ്രോഗ്രാമിനും. അപ്പൊ ഇവന്മാർ പറഞ്ഞു, നിന്നെ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. പ്രൈസലോ. നെഹമ്യാവ് പറഞ്ഞു, എന്നെ പോലെ ഒരുത്തൻ. എന്തോ എന്നെ പോലെ ഉള്ള ഒരുത്തരെന്ന് പറയാൻ കാര്യം എന്തോ? നെഹമ്യാവിന്റെ യോഗ്യത. എന്ത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചു മാത്രം മറുപടി പറഞ്ഞൊരു മനുഷ്യനാണ്. പ്രൈസലോ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഞാൻ, കരയുന്ന ഞാൻ, ഉപവസിക്കുന്ന ഞാൻ. പ്രൈസലോ. നെഹമ്യാവിന്റെ യോഗ്യത നോക്കിക്കോണം. എന്താണ്? രാജാവ് സ്വാധീനമുള്ളതുകൊണ്ടല്ല, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് ഒരു വെല്ലുവിളിയുടെയും മുമ്പിൽ ഞാൻ പേടിച്ചോടുന്ന പ്രശ്നമില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പൊ നമ്മുടെ അകത്തെ ധൈര്യം, നമ്മുടെ അകത്തെ ബലം, പ്രൈസലോ, നമുക്ക് ആരനുകൂലമാണ്? ദൈവം അനുകൂലമാണെങ്കിൽ നമ്മൾ ഒരിക്കലും പതറിപ്പോകാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനിടയായിത്തീരണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. അപ്പൊ ഇല വാടത്തില്ല, അവന്റെ പച്ചിപ്പ് നിൽക്കത്തില്ല, അവന്റെ സന്തോഷം കിടത്തില്ല, അവന്റെ അനുഗ്രഹം തടയപ്പെടത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് അകത്ത് പ്രശ്നങ്ങളുണ്ട്. അകത്തെ പ്രശ്നമെല്ലാം നെഹമ്യാവ് അകത്ത് തീർത്തു.
നോക്കി, Praise the Lord. അകത്തെ പ്രശ്നമെല്ലാം എന്ത് ചെയ്തു? അകത്ത് തീർത്തു. പുറത്തെ പ്രശ്നമെല്ലാം പുറത്ത് തീർത്തു. പുറത്തെ വിഷയം അകത്തും കൊണ്ടൊന്നില്ല, അകത്തെ വിഷയം നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? Hallelujah. പ്രൈസലോ, പ്രൈസലോ. Amen. നമ്മുടെ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ പ്രശ്നം ഉണ്ടായാൽ സഭയ്ക്കകത്തത് തീരണം. അത് രാത്രിയിലെ ടെലിഫോണിൽ കൂടെ പറഞ്ഞും മൊബൈലിൽ കൂടെ പറഞ്ഞും വാട്സപ്പിൽ കൂടെ കയറിയും ട്വിറ്ററിൽ കൂടെ കയറിയും ഫേസ്ബുക്കിൽ കൂടെ കയറിയും നാട്ടുകാരെന്ത് ചെയ്യരുത്. നിന്റെ വീട്ടിലെ പ്രയാസങ്ങൾ നീ മാത്രമേ, പ്രൈസലോ, 4 വീട്ടുകാരെ ഉള്ളെങ്കിൽ 4 വീട്ടുകാരനോ അത് തീരണം. നെഹമ്യാവ് അകത്തുള്ള മുഴുവൻ വിഷയങ്ങൾ അകത്ത് പരിഹരിച്ചു. പ്രൈസലോ. പുറത്തെ വിഷയമെല്ലാം പുറത്ത് പരിഹരിച്ചു. ഇത് രണ്ടും കൂടെ കൂട്ടി എന്ത് ചെയ്തില്ല? കുഴച്ചില്ല. പ്രൈസലോ. ആത്മീകവും ഭൗതികവും കൂടെ കൂട്ടിക്കുഴച്ചില്ല. പ്രൈസലോ. രണ്ടും 2 മണ്ഡലത്തിൽ നെഹമ്യാവ്. എന്നിട്ട് സാധുക്കളുടെ കൂടെ ആര് നിന്നു? നെഹമ്യാവ് നിന്നു. നെഹമ്യാവിന് ഭയങ്കര യോഗ്യത. ആരുടെ കൂടെ നിന്നു? സാധുക്കളുടെ കൂടെ നിന്നു. പ്രൈസലോ. 3 ഭരണം അവർക്ക് വിട്ടുകൊടുത്തു. പ്രൈസലോ. ഇവരെല്ലാം വിചാരിച്ച നെഹമ്യാവ് ആരാകുമെന്ന. പുള്ളി രാജാവുമായില്ല, മന്ത്രിയായില്ല, പണി തീർത്ത് പുള്ളിയുടെ പണിക്ക് പോയി. പ്രൈസലോ, പ്രൈസലോ. അപ്പൊ പുള്ളി ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ പുള്ളി സ്ട്രോങ് ആയി നിന്നു. എന്നിട്ട് പണി പൂർത്തീകരിച്ചപ്പോൾ ജനത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചും വെച്ച് പോയി. സ്തോത്രം. പക്ഷെ പണി തീരുന്ന സമയം നോക്കി ഇവന്മാരെ എവിടെ കയറി? അകത്ത് കയറി. ആര്? സന്മേളത്തും എന്നിട്ട് എവിടെ കയറി? ആലയത്തിനകത്തെ അറകൾക്കകത്ത് കയറി അവന്മാരിരുന്നു. നെഹമ്യാവ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അവന്മാരെന്ത് ചെയ്തു? അപ്പൊ എല്ലാം തീർന്നു വരുന്നു എന്ന് കണ്ടാൽ വെളിയിൽ നിന്ന് ശല്യം ചെയ്തോ എന്ത് ചെയ്യും? അകത്ത് കയറും. ഇതെല്ലാം ദൂതാ കുറിച്ച് വെച്ചാൽ. ഇത്രയും നാള് ശല്യം ചെയ്ത് ഒരു പണിയും ചെയ്യാൻ സമ്മതിപ്പിക്കാതിരുന്നവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? പണി തീർന്നെന്ന് കണ്ടപ്പോൾ, സംഗതി സന്തോഷമായെന്ന് കണ്ടപ്പോൾ അകത്ത് കയറി ആലയത്തിലെ സാമാനങ്ങൾ സൂക്ഷിക്കാൻ അകത്ത് കയറി യുവമാരെന്ത് ചെയ്തു? താമസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നെഹമ്യാവ് അവരെ എന്ത് ചെയ്തു? പുറത്താക്കി. എല്ലാം ശുദ്ധീകരിച്ച് കാര്യം ക്രമീകരിച്ചു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അധികാരം ഓരോരുത്തർക്കായി വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നെഹമ്യാവ് സ്വയം ത്യാഗം ചെയ്തു. പ്രൈസലോ. നല്ലൊരു മാതൃക ആര് നമുക്ക് കാണിച്ചിരിക്കുകയാണ്? നെഹമ്യാവ് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ത്യാഗപരമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസലോ. അവധി ഇല്ലാത്തടത്ത് അവധി ഉണ്ടാക്കി. തിരിച്ചു ചെല്ലുമ്പോൾ ഒരു പക്ഷേ എന്ത് നഷ്ടപ്പെടാം? ജോലി നഷ്ടപ്പെടാം. കാരണം രാജാവിന്റെ പാനപാത്രവാഹൻ വരുന്നത് വരെ രാജാവ് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവനെക്കാട്ട് ശ്രേഷ്ഠന്മാർ വന്ന് അവന് ജോലി കൊടുത്ത്, അല്ലേ? പ്രൈസലോ. പക്ഷേ തന്റെ ജോലി പോയോ? ദൈവത്തിന് വേണ്ടിയാണ് നീ ഇറങ്ങുന്നതെങ്കിൽ, പ്രൈസലോ, പ്രൈസലോ, ദൈവം നിനക്കൊരു ദോഷവും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചോ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ രാത്രിയിലെ ഉറക്കം കെട്ട ഒരു രാജാവ് ഇങ്ങനെ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ, സ്തോത്രം, ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡയറി കുറിപ്പാ. അന്നുള്ള എഴുതി പോവാ, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചുമ്മാ മെനക്കെട്ടിരിക്കുന്ന ഉടനെ 86 പുസ്തകം എടുത്ത് വായിക്കുമോ? കോളേജിൽ പഠിച്ചപ്പോഴത്തേക്ക് പുസ്തകം അത് നോക്കാൻ സമയമുണ്ടോ? നമ്മളെപ്പോഴും ഈ 2015 കാര്യങ്ങൾ എന്തുകൊണ്ടെന്നുള്ളത് വായിച്ചു പോവല്ലാതെ, അല്ലേ? അപ്പോൾ രാജാവ് നോക്കി ഇങ്ങനെ വായിച്ചു പോയപ്പോൾ ഒത്തിരി മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ പുറകിലുള്ള ഒരു അധ്യായം എടുത്തപ്പോൾ ഒരു അധ്യായം പൂർത്തീകരിക്കാതെ നിർത്തിയേക്കുന്നു. ഓരോ അധ്യായത്തിനും പൂർണ്ണതയുണ്ടല്ലോ. ഈ ഒരു അധ്യായം പൂർത്തീകരിച്ചിട്ടില്ല. മൊർദെഖായിക്ക് എന്ത് കൊടുത്തു? ഒരു ചോദ്യചിഹ്നം എഴുതിയിട്ടേക്കുക. ബാക്കി അധ്യായം ഇല്ല. അത് കഴിഞ്ഞ് എത്രയോ അധ്യായം എഴുതിപ്പോയി. അന്ന് രാത്രി ആ അധ്യായം എടുത്തു. സ്തോത്രം. ഈ ചോദ്യചിഹ്നത്തിന്റെ പ്രത്യേകത, നല്ല മിടുക്കന്മാർ താഴെ നിന്നൊരു വലിക്കാമെങ്കിൽ അത്ഭുത ചിഹ്നമാണ്. ഇങ്ങനെ വളഞ്ഞിരിക്കുകയല്ലേ, ഒരു കുത്തും കൂടെ. അത് ശരിക്കൊന്ന് വലിക്കാമോ എന്താവും? അത്ഭുത ചിഹ്നമായിട്ടൊരു കുത്തും കൂടാവും. സ്തോത്രം പറഞ്ഞു. പ്രൈസലോ. ഇന്ന് രാത്രിയിലും അങ്ങനെ ആക്കും. ഇനി എന്ത്, ഇനി എങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നത്തെ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുത ചിഹ്നമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, ഒരു ചോദ്യചിഹ്നം കൊണ്ട് ചരിത്രം തീരുവല്ല. എഴുതി പൂർത്തീകരിക്കാൻ നമ്മൾ കുത്തും കോമായി വിടും, അല്ലേ?
അതിന്റെ ബാക്കിയുണ്ടെന്ന അല്ലേ? അങ്ങനെ എഴുതി വിട്ടാലും അത് തീരുകയല്ല. അധ്യായങ്ങൾ പലത് എഴുതിപ്പോയി, മാസങ്ങളുടെ ചരിത്രം എഴുതിപ്പോയി. പക്ഷെ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ഇവിടെ തുറന്നു. സ്തോത്രം. നമ്മുടെ ദൈവം എവിടെങ്കിലും സൈലന്റ് ആണെന്ന് ആരും വിചാരിക്കല്ലേ. നമ്മുടെ ദൈവം എപ്പോഴും ആക്റ്റീവാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവൻ ഇങ്ങനെ ശത്രു വലിയ ഹൈവേ വെട്ടിപ്പോകുമ്പം തമ്പുരാൻ ബൈറൂട്ട് കയറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനിങ്ങനെ മൊർദെഖായിക്കെതിരെ കഴിവുമരം ഉണ്ടാക്കുന്നു, മോതിരം മേടിക്കുന്നു, മുദ്രയിടുന്നു, കത്തെഴുതുന്നു. പ്രൈസ്, ഭയങ്കര പരിപാടിയാ അല്ലേ? ഈ സമയത്തെല്ലാം മൊർദെഖായി എന്നെ ചെയ്യുക, ഉപവസിച്ച് ഞെട്ടിലും വെള്ളിലേക്ക് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിന്റെ വാതിക്കല് ഒരവഞ്ഞുള്ളവനെ പോലെ താണ രീതിയിലുള്ള ചാക്കും ധരിച്ച് ചാരത്തിനകത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചാരന്മാര് തലയെ കൂടിട്ട് ഒരു പ്രാന്തനെ പോലെ ഇരിക്കുക. മറ്റോരിങ്ങനെ വലിയ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് രാജാവിന്റെ മോതിരിപ്പാടയില്ല. ഭരണമാർക്കാ? ഭരണമാർക്കാ? രാജാവിന്. അധികാരമോതിരം ആരുടെയില്ല? ഹാമാന്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാജാവ് ഭരിക്കുന്ന പേരിന്, പക്ഷെ മോതിരം ആരുടെയില്ല? ആമ്പിള്ളാരുടെ കയ്യില. അതും വെച്ചോണ്ട് ഇവനിങ്ങനെ നിൽക്കുക. പക്ഷെ മൊർദെഖായി വാതിക്കെ ഇരിക്കുക. അവന് ഊണും ഉറക്കമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവന് മോതിരം ഉണ്ടായിട്ട് ഉറക്കമില്ല. രാജാവ് അർദ്ധരാത്രിയിൽ പുസ്തകം വായിച്ചുമ്പോ ആരവിടെ നിന്ന് ചോദിച്ചു. ഇവൻ പറയാം ഞാനിവിടെ നിന്ന്. ഡ്യൂട്ടി സമയം എപ്പോഴാ? രാവിലെ 8 തൊട്ട് വൈകിട്ട് 8 വരെയാന്ന് കൂട്ടിക്കോ. 12 മണിക്കൂർ ഡ്യൂട്ടിയാന്ന് കൂട്ടിക്കോ. അത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോകണ്ടേ? പക്ഷെ ഇവൻ ഉറക്കമുണ്ടോ? അധികാരവും മോതിരമുണ്ട്, ഇവൻ ഉറക്കമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കും ചാക്കിനകത്തായിരുന്നാലും ഇവൻ എന്തോ ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. മൊർദെഖായി സുഖമായിട്ട് ചാക്കിനകത്ത് ഉടുത്ത് ചാരം മാറിയിട്ട് പുള്ളി ഉറങ്ങുക. മറ്റോന്റെ ഈ മോതിരമുണ്ട്, അധികാരമുണ്ട്, പക്ഷെ അവനെ ഉറക്കമില്ല. അവൻ എവിടെ നിൽക്കുക? ഇവൻ അവന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ താമസിക്കൊണ്ട് രാജാവിന്റെ അന്തപുരഭാഗത്ത് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് രാത്രി ദൂതാ പറഞ്ഞു വരുന്നത്, നീ സ്വസ്ഥത അനുഭവിക്കുമ്പോൾ തകർക്കാനും വെല്ലുവിളിക്കാനും കഴിവുണ്ടെന്ന് നീവൻ ഇന്ന് അത് സ്വസ്ഥതയില്ലാതെ വെരുകിനെ പോലെ നടക്കുകയാണ്. അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജാവ് അകത്ത് വിളിച്ചു. രാജാവ് ചോദിച്ചു, ആട്ടെ രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്നവന് ഈ രാജ്യത്ത് തന്നെ അല്ലാതെ പിന്നെ വേറെ ആരെ? അവൻ പറഞ്ഞു രാജാവിന്റെ കിരീടം, രാജാവിന്റെ വസ്ത്രം, രാജാവ് കയറുന്ന കുതിര. എന്നിട്ട് രാജാവിന്റെ കുതിര മുന്നേ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നവനെ. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും കുറയ്ക്കരുത്. നിനക്ക് എന്നൊക്കെ തരണമെന്ന് നിന്റെ ശത്രുവിനെ കൊണ്ട് പറയിപ്പിക്കും. നിന്റെ ശത്രുവിന്റെ വായിൽ നിനക്ക് പുകഴ്ച ലഭിക്കും. നല്ല സ്വന്തം പറഞ്ഞാട്ടെ, ഇന്ന് തകർച്ച കാണാൻ കൊതിക്കുന്ന ശത്രുവിന്റെ വായിൽ നിനക്ക് പുകഴ്ച തരുവാൻ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നല്ല കർത്താവിനെ നമ്മൾ നന്നായി സേവിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞത് കേട്ട് രാജാവ് എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാജാവ് പറയുകയാണ്, ഇതെല്ലാം നീ ആർക്ക് ചെയ്യണം? കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, രട്ടുടുത്തിരിക്കുന്ന മൊർദെഖായിക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ രാത്രി കൊണ്ട് ചരിത്രം മാറി. പ്രൈസ് ദി ലോർഡ്. പുതിയ അധ്യായം എഴുതി. അവിടെ കുത്തും കോമായി വിട്ടെന്റെ ബാക്കി പുതിയ അധ്യായം എന്ത് ചെയ്തു? തുടങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ അനേകരുടെ ചോദ്യചിഹ്നത്തിനപ്പുറത്ത് ഒരു പുതിയ അധ്യായം സഭയെക്കുറിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഒരു ചരിത്രമായി മാറാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഇന്ന് രാത്രി എല്ലാവരും പറ, ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം, ഓ ഞാൻ കാര്യം സാധിപ്പിച്ചു. എവിടെ നിന്നിച്ചോ, എവിടെ അപമാനിച്ചോ, എവിടെ പരിഹസിച്ചോ, എവിടെ മതില് പൊള്ളിച്ചോ, എവിടെ വാതിൽ തീവച്ചിട്ടോ, അവിടെ സന്മല്ലത്തും തോബിയാവ് കാണുക ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. രാത്രി വിശ്വാസത്തോടെ അല്പനിമിഷങ്ങൾ ഒരുമിച്ച് എല്ലാവരും കർത്താവിനെ ആരാധിക്കുക. നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, നിന്റെ മക്കൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്താൽ ഇവർ ബലപ്പെട്ടതിനായി അതെ ഞങ്ങൾ എഴുന്നേറ്റ് പണി. സ്വർഗത്തിലെ ദൈവം
ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു എന്ന് നെഹമ്യാവ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നിന്റെ മക്കൾ ഒരുമിച്ച് എഴുന്നേറ്റ് പണിയും, ഇടിവുകൾ മുഴുവൻ നികരുവാൻ, വാതിലുകളെല്ലാം പുതുതായി പണിയുവാൻ, ഒരു വലിയ ദൈവകൃപ ദേശം ഭയപ്പെടുവാൻ. വാസ്തവമായി ദൈവം അവരുടെ മധ്യേ ഉണ്ട്, ഞങ്ങളും അത് അറിഞ്ഞില്ല എന്ന് പറയത്തക്ക നിലയിൽ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ കർത്താവേ നിന്റെ മകുറ്റം ഇറങ്ങി ജനം ദേശത്ത് മാനിക്കപ്പെടുവാൻ ദൈവം സഹായിക്കും. നിന്റെ അഭിഷക്തനെ ബലപ്പെടുത്തും, മകുറ്റം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.